ഹായ്, ഗുഡ് മോർണിംഗ്. നമ്മൾ പഠിച്ചു നിർത്തിയതിന്റെ ബാക്കി നമുക്ക് തുടങ്ങാം. നമ്മൾ പഠിച്ചു നിർത്തിയൊക്കെ ഓർമ്മയുണ്ടല്ലോ. അതായത് നമ്മളോട് പഠിച്ചു നിർത്തിയത് ഒരു DNA എങ്ങനെ പ്യൂരിഫൈ ചെയ്തെടുക്കാം. അതിന് മുൻപ് നമ്മൾ പഠിച്ചു നിർത്തിയത് ഒരു ഹോസ്റ്റ് സെല്ലിനെ എങ്ങനെ കമ്പിറ്റന്റ് ആക്കി എടുക്കാം. ബാക്ടീരിയ സെല്ലിനെ എങ്ങനെയാണ് കമ്പിറ്റന്റ് ആക്കി എടുക്കുന്നത്? ബൈ ട്രീറ്റിംഗ് വിത്ത് ഡൈവാലന്റ് കാറ്റയോൺ ഫോളോഡ് ബൈ ഹീറ്റ് ഷോക്ക്. ഹീറ്റ് ഷോക്ക് എത്രയാണ്? 40 to 0°C ആണ്. അതുപോലെ അനിമൽ സെല്ലിലേക്കാണെങ്കിൽ നമ്മൾ അതിന് ചെയ്യേണ്ടത് മൈക്രോ ഇഞ്ചക്ഷൻ എന്നൊരു മെത്തേഡാണെന്ന് പഠിച്ചു. പ്ലാന്റ് സെല്ലാണെങ്കിൽ ജീൻ ഗൺ ഉപയോഗിച്ച് വെടിവെച്ച് കഴിക്കുകയാണ് ചെയ്യുന്നത്. ജീൻ ഗൺ വെടിവെച്ച് കഴിക്കുന്നതിന് മുമ്പ് DNA ഗോഡ് അല്ലെങ്കിൽ ടങ്ഷനുമായി ട്രീറ്റ് ചെയ്ത് സ്റ്റഡി ആക്കണം. പിന്നെ നല്ല ശക്തിയായ കാറ്റ് ഉപയോഗിച്ച് അതിനെ ബൊമ്പാർഡ് ചെയ്യുകയാണ്. ബൊമ്പാർഡ് എന്നൊരു വാക്കാണ് ഉപയോഗിക്കുന്നത്. ബൊമ്പാർഡ് എന്ന് വെച്ചാൽ ഇടിച്ച് കയറ്റുക എന്നർത്ഥം. അത് നമ്മൾ പഠിച്ചു. അതിന് ബയോളിസ്റ്റിക്സ് എന്ന് പറഞ്ഞു. പിന്നെ DNA പ്യൂരിഫൈ ചെയ്തെടുക്കണമെങ്കിൽ സെല്ലിൽ നിന്ന് നമ്മൾ ചില ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യണം. അപ്പോൾ ഒരു മാങ്ങയുടെ നട്ട് എടുക്കണമെങ്കിൽ അതിന്റെ തൊലി എത്തിക്കളയണം, അതിന്റെ പൾപ്പ് ഭാഗം ചെത്തിക്കളയണം. എന്ന് പറയുന്നത് പോലെ ഒരു സെല്ലിനകത്ത് DNA എടുക്കണമെങ്കിൽ അതിന്റെ സെൽ വാൾ അലിയിച്ച് കളയണം, പ്ലാസ്മ അലിയിച്ച് കളയണം, യൂക്കാരിയോട്ട് സെല്ലാണെങ്കിൽ ന്യൂക്ലിയർ അലിയിച്ച് കളയണം, പിന്നെ അതിനകത്തുള്ള റൈബോ ന്യൂക്ലിയസ് അലിയിച്ച് കളയണം, പിന്നെ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ അത് അലിയിച്ച് കളയണം. ഇതൊക്കെ ട്രീറ്റ്മെന്റ് പഠിച്ചു. വാട്ട് വാസ് സയൻസ് യൂസ്ഡ് ഫോർ പ്യൂരിഫൈയിങ് ബാക്ടീരിയൽ സെൽ? ലൈസോസൈം, LYSOSOME, ലൈസോസൈം. അതുപോലെ തന്നെ ഫംഗൽ സെല്ലാണെങ്കിൽ കൈറ്റിനേസ്, അതുപോലെ പ്ലാന്റ് സെല്ലാണെങ്കിൽ സെല്ലുലേസ്, അനിമൽ സെല്ലാണെങ്കിൽ പ്രോട്ടീസ് മാത്രം മതി. കാരണം പ്ലാന്റ് സെൽ പോലെയുള്ള സെല്ലുകൾ അനിമൽ സെല്ലില്ല. അതുപോലെ തന്നെ പ്യൂരിഫൈ ചെയ്തെടുത്ത DNA നമ്മൾ പ്രസിപ്പിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി ചില്ലത്തിനോട് ഒഴിക്കണം. അപ്പോൾ നമുക്ക് അതിനെ കൈകൊണ്ട് കണ്ണുകൊണ്ട് കാണത്തക്ക രീതിയിൽ കൈകൊണ്ട് തോണ്ടിയെടുക്കുന്ന രീതിയിൽ ഒരു പ്രത്യേക രീതിയിൽ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് വരും. അതിനെ നമ്മൾ സ്പൂളിംഗ് എന്നാണ് വിളിക്കുക. നമ്മൾ പഠിച്ചു. ഇത് നമ്മൾ പഠിക്കാൻ മതി. ഇതുവരെ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് ക്രോഡീകരിച്ച് നോക്കിയാൽ ഒരു RDNA ടെക്നോളജി അനുസരിച്ച് ഒരു റീകോംബിനന്റ് ഓർഗാനിസത്തെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അതൊന്നും ഷോർട്ടായിട്ട് നോട്ടി പുസ്തകത്തിൽ പറയണ്ടോ? അതെന്താ പറയുന്നത്? പഠിച്ച കാര്യങ്ങൾ ഓർത്ത് നോക്കൂ. ഒരു RDNA ടെക്നോളജി ഉപയോഗിച്ച് ഒരു റീകോംബിനന്റ് DNA അടങ്ങിയ അല്ലെങ്കിൽ റീകോംബിനന്റ് ഓർഗാനിസത്തെ എങ്ങനെ ഉണ്ടാക്കിയെടുക്കും? അപ്പോൾ നമുക്ക് റീകോംബിനന്റ് ആയിട്ട് ജോയിൻ ചെയ്യേണ്ട DNA വേണം, അല്ലെ? നമുക്ക് അതിന് ഫോറിൻ DNA എന്നോ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എന്നോ അല്ലെങ്കിൽ ഡിസൈറബിൾ ജീൻ എന്നോ ഒക്കെ വിളിക്കാം. ആ ജീനിനെ നമ്മളൊരു പ്രത്യേക എൻസൈം വിളിച്ച് മുറിച്ചെടുക്കണം, അല്ലെ? അതിന് വിളിക്കുന്ന എൻസൈം ഏതാണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് എൻസൈം. പിന്നെ അതിനെ സ്വീകരിക്കാൻ ഒരു ഹോസ്റ്റ് ഓർഗാനിസത്തെ നമ്മൾ തയ്യാറാക്കുന്നത്. അതിനെയാണല്ലോ നമ്മൾ റീകോംബിനന്റ് ഓർഗാനിസം ആക്കി മാറ്റുമ്പോൾ ബാക്ടീരിയ ആണെങ്കിൽ അങ്ങനെ എടുക്കാം, പ്ലാന്റ് ആണെങ്കിൽ അങ്ങനെ എടുക്കാം, അനിമൽ ആണെങ്കിൽ അങ്ങനെ എടുക്കാം. അതിനെല്ലാം നമുക്ക് വെവ്വേറെ വെക്ടറാണ് ഉപയോഗിക്കുക. ബാക്ടീരിയ ആണെങ്കിൽ വെക്ടർ ഏതായിരിക്കും? പ്ലാസ്മിഡ് ആയിരിക്കും, അല്ലെ? അനിമൽ സെല്ലാണെങ്കിൽ വെക്ടർ ഏതാണ്? പ്ലാന്റ് സെല്ലാണെങ്കിൽ അഗ്രോബാക്ടീരിയ ട്യൂബിഫേഷ്യൻസ് എന്ന വെക്ടർ ആയിരിക്കും. അനിമൽ സെല്ലാണെങ്കിൽ റിട്രോ വൈറസ് എന്ന് പറഞ്ഞ വൈറസ് ആയിരിക്കും. ഇതൊക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ബാക്ടീരിയയിലുള്ളതാണെങ്കിൽ ഒരു പ്ലാസ്മിഡിനെ എടുക്കുന്നു. ആ പ്ലാസ്മിഡിനകത്ത് അതേ നമ്മൾ DNA മുറിക്കാൻ വെച്ചാൽ അതേ എൻസൈം മുറിക്കുന്നു. അവിടെ നമ്മൾ ഫോറിൻ ജീൻ ഒട്ടിക്കുന്നു. എൻസൈം ലിഗേസ് ആണ്. അത് ഹോസ്റ്റിലേക്ക് കടത്തിവിടുന്നു. ആ കടത്തിവിടുന്ന അതിനെ നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് വിളിക്കുന്നു. അങ്ങനെ കിട്ടിയ ഓർഗാനിസം റീകോംബിനന്റ് ഓർഗാനിസമായി മാറും, അല്ലെ? ഇവിടെ വേറെ കാര്യങ്ങളുള്ളത് DNA എങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നു, ജെൽ ഇലക്ട്രോഫോറസിസ് മറന്നുവരുത്. DNA എങ്ങനെ പ്യൂരിഫൈ ചെയ്തെടുക്കുന്നു. അപ്പൊ അതെല്ലാം ആ മെത്തേഡെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മൾ കണക്ട് ചെയ്ത് ഓർക്കുക. ഇതൊന്നും വീണ്ടും പറയേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അത് പുസ്തകത്തിൽ നമ്മൾ പറയുന്നുണ്ട്. അങ്ങനെ ആ ഹെഡിങ്ങിനെ പുസ്തകത്തിൽ വായിച്ചപ്പോൾ ഇങ്ങനെ കിട്ടുന്നതാണ്. ദർ ഈസ് കട്ടിംഗ് ഓഫ് DNA അറ്റ് എ സ്പെസിഫിക് ലൊക്കേഷൻ എന്നുള്ള ഒരു ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. പ്യൂരിഫൈഡ് DNA is incubated with restriction endonuclease enzyme. DNA മുറിച്ചെടുത്തിട്ട് എന്ത് ചെയ്യണമെന്നാണ്? സം റെസ്ട്രിക്ഷൻ is applied for the vector DNA also. വെക്ടർ DNA അപ്ലൈ ചെയ്യണം കൊടുത്തിട്ടുണ്ട്. അതിന്റെ DNA are negatively charged and separation of the DNA can be done with the aerosol electrophoresis. പുസ്തകത്തിൽ കൊടുത്തുള്ള പോയിന്റ് ആണ്. Joining the gene of interest with the vector DNA by ligase enzyme. പഠിച്ച കാര്യങ്ങളെല്ലാം ഒന്ന് ക്രോഡീകരിച്ച് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. വലിയ കാര്യമൊന്നുമില്ല. പഠിച്ച കാര്യങ്ങൾ ഒരു പാരഗ്രാഫായിട്ട് കൊടുത്തിട്ടുണ്ട്. പുസ്തകം വായിക്കുമ്പോൾ അത് കിട്ടും. അത് പറയാതെ പോകുന്നത് ശരിയല്ലാത്തതുകൊണ്ടെന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇത് നമ്മൾ പഠിക്കാൻ പോകുന്നത്, നിങ്ങൾക്കൊരു DNA തന്നിരിക്കുകയാണ്. ദിസ് ഈസ് എ DNA. നിങ്ങൾക്ക് ഒരാണ് ഇതിന് ഒരു 500 കോപ്പി വേണം. ഇതിന് 500 കോപ്പി വേണം. അപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഇതിനെ ഒരു ബാക്ടീരിയയുടെ ഒരു പ്ലാസ്മിഡിലേക്ക് എടുക്കുന്നു. അതിനകത്ത് ഒട്ടിക്കുന്നു. ഇതിനെ ഒരു പുതിയ ബാക്ടീരിയയിലേക്ക് കടത്തിവിടുന്നു. എന്നിട്ട് ഈ ബാക്ടീരിയ മൾട്ടിപ്ലൈ അനുവദിച്ച് എത്ര ആക്കുന്നു? 500 എണ്ണം ആക്കുന്നു. സ്വാഭാവികമായിട്ടും നമ്മുടെ ഈ DNA 500 എണ്ണമായി ഓരോ ബാക്ടീരിയ. ഇപ്പൊ ഈ ബാക്ടീരിയ 2 ആകുമ്പോൾ ആ 2 എണ്ണത്തിനകത്തും കാണും നമ്മുടെ അടുത്ത DNA. ഈ ബാക്ടീരിയ 500 എണ്ണം ആകുമ്പോൾ 500 എണ്ണത്തിനകത്ത് ഈ DNA കാണും, അല്ലേ? ഇത് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് നമ്മൾ ഇതിനെ ഇൻവിവോ മെത്തേഡ് എന്നാണ്. ഇൻവിവോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസൈഡ് എ ലിവിംഗ് ഓർഗാനിസം. ഇത് ബാക്ടീരിയകളില്ല, അല്ലേ?
ഇതൊരു ജീവജാലത്തിൽ കടത്തിവിട്ട് ജീവജാലത്തെ മൾട്ടിപ്ലൈ ചെയ്യുന്ന മെത്തേഡാണ്. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യുന്ന DNA നമുക്ക് 500, 600, 1000 എത്ര കോപ്പികൾ ഉണ്ടാക്കാം. ആ ബാക്ടീരിയ എങ്ങനെ മൾട്ടിപ്ലൈ കൊടുത്തിട്ടാൽ മതി അല്ലേ. ദിസ് ഗാട്ട് ഇൻ വിവോ മെത്തേഡ്. ഇത് ലബോറട്ടറിയിൽ ചെയ്യുകയാണെങ്കിൽ, ഒരു ജീവജാലത്തിന് ശേഷം വെളിയിലാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിനെ ഇൻ വിട്രോ മെത്തേഡ് എന്നാണ് വിളിക്കുന്നത്. ഇൻ വിട്രോ, ഇൻ വിവോയിൽ, ഇൻ വിട്രോയിൽ. It is inside the laboratory or outside a living organism. The two methods. ഒന്ന് നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന എല്ലാ ജീവപ്രവർത്തനങ്ങളും രണ്ടു തരത്തിൽ നടത്താൻ നമുക്ക്. ഒന്ന് ശരീരത്തിനുള്ളിൽ നടത്താം, ജീവശരീരത്തിനുള്ളിൽ നടത്താം. അതിനെ വിളിക്കാണ് ഇൻ വിവോ മെത്തേഡ് അല്ലെ. അതേസമയം ഒരു സെല്ലെടുത്ത് ഒരു കൾച്ചർ മീഡിയത്തിനകത്ത് മൾട്ടിപ്ലൈ ചെയ്യിപ്പിക്കുമ്പോഴോ, ഒരു കൾച്ചർ മീഡിയത്തിനകത്തിട്ട് ഒരു സെല്ലിനെ ഉണ്ടാക്കി മൾട്ടിപ്ലൈ ചെയ്ത് പ്ലാന്റ് സെല്ല് നമ്മൾ ടിഷ്യൂ കൾച്ചർ പഠിക്കുന്നില്ലേ, അതെന്ത് മെത്തേഡാണ്? ഇറ്റ് ഇസ് ഇൻ വിട്രോ മെത്തേഡ്. ലാബിനുള്ളിലാണ് അല്ലേ, ഔട്ട്സൈഡ് ലിവിംഗ് സിസ്റ്റം. നിങ്ങളുടെ ശരീരത്തെ സെല്ല് രണ്ടാം ഡിവൈഡ് ചെയ്യുന്നെങ്കിൽ ഇറ്റ്സ് ഇൻ വിവോ മെത്തേഡ്. അതേസമയം നിങ്ങളുടെ ഒരു സെല്ലെടുത്ത്, നമ്മുടെ സെല്ല് അങ്ങനെ മൾട്ടിപ്ലൈ ആക്കത്തില്ല. എക്സാമ്പിൾ പറയണം, ഒരു പ്ലാന്റിന്റെ സെല്ലെടുത്ത് കൾച്ചർ മീഡിയത്തിനകത്തിട്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതൊരു ഇൻ വിട്രോ മെത്തേഡാണ് അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ വന്നത് ഈ DNA നമുക്ക് 500 കോപ്പി ഉണ്ടാക്കണം. പക്ഷെ അത് സെല്ലിനുള്ളിലല്ല, ഒരു ലബോറട്ടറിയിലാണ്. ഇൻസൈഡ് എ ലബോറട്ടറി വി ഹാവ് ടു മേക്ക് ഇറ്റ് 500 കോപ്പീസ്. അങ്ങനെ ചെയ്യാൻ നോക്കും. ആ മെത്തേഡ് പഠിക്കാം. ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതിന്റെ ഹെഡിങ് എന്താ നോക്കൂ. ലെറ്റ്സ് സ്റ്റാർട്ട്. ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. Gene of interest by PCR. ആംപ്ലിഫിക്കേഷൻ ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. നമുക്ക് താല്പര്യമുള്ള ജീനെ എടുത്ത് ആംപ്ലിഫൈ ചെയ്യുക. എന്താ ആംപ്ലിഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ വർദ്ധിപ്പിക്കാൻ നടത്താം. നിങ്ങൾ ഈ മൈക്ക് സെറ്റകത്ത് ആംപ്ലിഫൈ എന്ന സാധനം ഉണ്ടല്ലേ, അപ്പൊ അതിൽ കൂടി ചെറുതായിട്ട് ഹലോ എന്ന് പറയുമ്പോൾ അത് ഹലോ എന്ന് പുറത്തേക്ക് കേൾപ്പിക്കുക അല്ലെ. നമ്മുടെ ശബ്ദത്തെ വലുതാക്കി പുറത്തേക്ക് വിടും. അതായത് ഇവിടെ നമുക്ക് ചുമ്മാ ഒരു ജീൻ അങ്ങോട്ട് മൾട്ടിപ്ലൈ അങ്ങനെ വിചാരിക്കണ്ട. നമുക്കൊരു ജീന് താല്പര്യമുണ്ടെങ്കിൽ ആ താല്പര്യമുള്ള ജീനിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തെടുക്കുന്ന മെത്തേഡാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് വലിയ ചെലവുള്ള ഒരു മെത്തേഡാണ്. അപ്പൊ ചുമ്മാ തമാശക്ക് ഒരു ജീനെ മൾട്ടിപ്ലൈ ചെയ്തോളാം അങ്ങനൊന്നും അല്ല. എന്തെങ്കിലും താല്പര്യം ഉണ്ടാകണം, ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കണം. അതൊക്കെ ഒരു ഫോറിൻ ജീനാണ്. അതുകൊണ്ടാണ് ഈ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എന്നൊക്കെ പറയുന്നത്. മനസ്സിലായി? സോ ആംപ്ലിഫിക്കേഷൻ ഓഫ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ്. ആ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് വിട്ടേക്കും. ആംപ്ലിഫിക്കേഷൻ ഓഫ് DNA എന്ന് പഠിച്ചാലും മതി. ബൈ PCR. എന്താണ് PCR? പോളിമറേസ് ചെയിൻ റിയാക്ഷൻ. പോളിമറേസ് ചെയിൻ റിയാക്ഷൻ അതിന്റെ ആദ്യ അക്ഷരമാണ് PCR. ഇത് ഇപ്പൊ തുടർച്ചയായി കേൾക്കുന്ന മെത്തേഡാണ് അല്ലേ. ഇതാണ് കോവിഡിന്റെ കൺഫർമേഷൻ ടെസ്റ്റ് ആണ് RT-PCR അല്ലേ. ഇതാണ് RNA PCR ആണ്. സാധനം ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് DNA-യുടെ PCR ആണ് പഠിക്കുന്നത്. പക്ഷെ RNA-ക്ക് PCR ഉപയോഗിക്കുമ്പോൾ അത് പണി കൂടും. RNA-ക്ക് സ്വയം മൾട്ടിപ്ലൈ ഒക്കെ കാരണം അതിനെ റിവേഴ്സ് ചെയ്ത് വേണം PCR ആക്കണം. അതിന് RT-PCR എന്ന് വിളിക്കുന്നത്. എന്താ പറയാ, RNA വൈറസ് ആണ് കോവിഡ് ഉണ്ടാക്കുന്നത്. അപ്പൊ ആ കോവിഡ് വൈറസിന്റെ സാന്നിധ്യം കണ്ടുപിടിക്കണമെങ്കിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. മൾട്ടിപ്ലൈ RNA മൾട്ടിപ്ലൈ ചെയ്യില്ല. അപ്പൊ നമ്മൾ ആ RNA ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് അതിനെ DNA ആക്കി മാറ്റി അത് മൾട്ടിപ്ലൈ ചെയ്യുക ചെയ്യും. അതൊക്കെ പിന്നെ പഠിക്കാം. അപ്പൊ ആദ്യം ഇത് പഠിക്കുമ്പോൾ അതിനകത്ത് ഏകദേശം ഐഡിയ കിട്ടും. അപ്പോ വാട്ട് ഈസ് PCR? പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. അതെന്താ നമ്മൾ ചെയ്യുന്നത്? വി ആർ മൾട്ടിപ്ലൈയിങ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ബൈ using certain technique other than inside the body. So it is called in vitro. It is an in vitro amplification. ഇതൊരു ഇൻ വിട്രോ ആംപ്ലിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് പുറത്താണ് ഈ മെത്തേഡ് എല്ലാം ചെയ്യുന്നത്. സോ പുതിയ രണ്ട് വാക്ക് പഠിച്ചു. എന്താണ് ഇൻ വിവോയും ഇൻ വിട്രോയും? നിങ്ങൾ ശരീരത്തിൽ നടക്കുന്ന ദഹനം ഇൻ വിവോ ദഹനമാണ്. എന്നാൽ ശരീരത്തിന് വെളിയിൽ ഒരു ബാക്ടീരിയ ഒരു ഭക്ഷണവസ്തുവിനെ വിഘടിപ്പിക്കുമ്പോൾ ആ ദഹനവും അതൊരു ദഹനം തന്നെയാണ്. ഇത് ചത്തു കിടന്ന ഇരി അഴുകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കഷ്ണം ഇറച്ചി നമ്മുടെ ശരീരത്തിനുള്ളിൽ കിടന്ന് ദഹിക്കുന്ന പോലെ തന്നെയാണ് ഒരു കഷ്ണം ഇറച്ചി ശരീരത്തിന് വെളിയിൽ കിടന്നാൽ ബാക്ടീരിയനെ അഴുകിക്കുന്നത്. അപ്പോൾ ബാക്ടീരിയ അഴുകിക്കുന്നത് അതിന്റെ ശരീരത്തിന് വെളിയിലിട്ടാണ്. ഇൻ വിട്രോ മെത്തേഡ്. ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ഇൻ വിട്രോ ഇൻസൈഡ് ദ laboratory എന്നാണ്. ഓക്കെ, സോ ദിസ് ഈസ് എ ഇൻ വിട്രോ മെത്തേഡ് കാൾഡ് PCR. ഇവിടെ എന്താ സംഭവിക്കുന്നത്? വി ക്യാൻ മേക്ക് മൾട്ടിപ്പിൾ കോപ്പീസ് ഓഫ് ജീൻ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് മെത്തേഡ്. ഒരു DNA-യുടെ മൾട്ടിപ്പിൾ കോപ്പീസ് ഉണ്ടാക്കാം. വി ക്യാൻ പ്രൊഡ്യൂസ് മൾട്ടിപ്പിൾ കോപ്പീസ്. ഇതൊരു DNA ആണെങ്കിൽ വി ക്യാൻ മേക്ക് ഇൻടു തൗസൻഡ്സ് ഓഫ് കോപ്പീസ്. ഇത് നിങ്ങളുടെ ശരീരത്തിൽ നടക്കുന്ന മെത്തേഡാണോ? ആണ്, നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. എപ്പോഴാണ്? ഡ്യൂറിംഗ്
സെൽ ഡിവിഷൻ അല്ലെ? നിങ്ങൾ പഠിച്ചിട്ട് ഫസ്റ്റ് ഇയർ പഠിച്ചാണല്ലോ സെൽ സൈക്കിൾ. ഓർത്ത് നോക്കൂ, സെൽ സൈക്കിൾ ആദ്യം ഓരോ ഘട്ടങ്ങൾ ഉണ്ടല്ലോ. G1, S, G2, പിന്നെ പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ്, പിന്നെ G0 ഫേസ് എന്ന് പഠിച്ചില്ലേ? ഇന്നത്തെ എവിടെയാണ് DNA മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത്? എസ് ഫേസ്, സിന്തറ്റിക് ഫേസ്, അവിടെയാണ് DNA മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നതാണ്. പക്ഷേ അവിടെ ഒരു തവണ രണ്ടാം ഡിവൈഡ് ചെയ്യുമ്പോൾ നിൽക്കും അല്ലേ? ഒരു സെൽ രണ്ടാകുമ്പോഴത്തേക്കും ആ DNA മൾട്ടിപ്ലിക്കേഷൻ അവിടെ നിൽക്കുകയാണ്. പിന്നെ അടുത്ത സെൽ ഡിവിഷൻ നടക്കത്തുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. യു ക്യാൻ മേക്ക് ഇറ്റ് ട്രമെൻഡസ്ലി കണ്ടിന്യൂസ്ലി പ്രൊഡ്യൂസിങ് സോ മെനി കോപ്പീസ്. അത് ഈ എസ് ഫേസിൽ എങ്ങനെ നടക്കുന്നത്? നമ്മുടെ ശരീരത്തിൽ എങ്ങനെ നടക്കുന്നു? ഇൻവോ മെത്തേഡ് എങ്ങനെ നടക്കുന്നത്? അത് ആദ്യം പഠിച്ചാല് ഇൻവിട്രോ മെത്തേഡ് എന്ന് മനസ്സിലാകും. അത് നോക്കാം. ഹൗ ഇറ്റ് ഈസ് ഓക്കർ ഇൻസൈഡ് ദ ബോഡി. നമ്മുടെ ശരീരത്തിൽ എങ്ങനെ നടക്കുന്നത്? ആദ്യം ഒരു DNA ഇത് രണ്ടായിട്ട് അഴിയുന്നു. പഠിച്ചിട്ടില്ലേ? റെപ്ലിക്കേഷൻ ഫോർക്ക് പഠിച്ചില്ലേ? അതാണ്. അതിനുശേഷം ഇതിന്റെ 3' 5' 3' 5' ഒരു പുതിയ DNA എപ്പോഴും ഉണ്ടാകുന്നത് ഏത് ഡയറക്ഷനായിരിക്കും? അതിന്റെ 5' 3' ഡയറക്ഷൻ. ഓർത്തോണം. A new DNA will be always produced at the 5' 3' ഡയറക്ഷൻ. ഇതാണ് 5' 3' ഡയറക്ഷൻ. ഇങ്ങനെ ഉണ്ടാകത്തുള്ളൂ. അതിനകത്ത് തന്നെ ലീഡിംഗ് സ്ട്രാൻഡ്, ലാഗിംഗ് സ്ട്രാൻഡ്, ഒബസാരിറ്റി ഫ്രാഗ്മെന്റ് എന്നൊക്കെ പഠിച്ചല്ലോ. അതൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ തന്നെ സംഭവം. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ആദ്യം ഇങ്ങനെ DNA രണ്ടായിട്ട് അഴിയുന്നു. ഇതിൽ അഴിക്കുന്ന അനുസരിച്ച് വരുന്നതാണ് ഹെലിക്കേസ് അല്ലെങ്കിൽ അൺവൈൻഡേസ്. ഇതാണ് DNA അഴിക്കുന്നത്. അഴിക്കുക എന്ന് വെച്ചാൽ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ചെയ്താൽ മതി അല്ലേ? ഇവിടെ T ഇടയ്ക്കുള്ള ബോണ്ട് മുറിയുന്നത് അകന്ന് മാറി. എന്താ ഈ ബോണ്ട് മുറിഞ്ഞാൽ ഇത് അകന്ന് മാറും? കാരണം പറയാം. ഇതിന്റെ ഇടയ്ക്കുള്ള ബോണ്ട് ഒന്ന് മുറിഞ്ഞാൽ തന്നെ ഇത് അകന്ന് ഇങ്ങനെ മാറിക്കോളും. കാരണം പറയാമോ? DNA നെഗറ്റീവ് ചാർജ്, ഇത് നെഗറ്റീവ് ചാർജ്, ഇത് നെഗറ്റീവ് ചാർജ്. ഇടയ്ക്ക് ബോണ്ട് ഇല്ലെങ്കിൽ ടിക് റിപ്പൽ ചെയ്യും. മനസ്സിലായോ? അതുകൊണ്ട് അതിന്റെ ഫോർക്ക് പോലും ഏത് DNA അൺവൈൻഡ് ചെയ്താലും അത് അകന്ന് മാറിപ്പോകും. ബിക്കോസ് ദേ ആർ നെഗറ്റീവ്ലി ചാർജ്. ഓക്കെ. അപ്പൊ ഇത് ആദ്യം വന്നിന് കഴിഞ്ഞു മാറും അൺവൈൻഡേസ്. ഇനി നമ്മുടെ സൈറ്റോപ്ലാസം ധാരാളം ന്യൂക്ലിക് ആസിഡുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഫോസ്ഫേറ്റ് അതുപോലെയുള്ള ഘടകങ്ങളെല്ലാം ചേർത്ത് ശരീരത്തിൽ തന്നെ ധാരാളമായിട്ട് ന്യൂക്ലിക് ആസിഡ് ഉണ്ടാകുന്നുണ്ട്. ധാരാളം ന്യൂക്ലിക് ആസിഡ്സിന്റെ ഘടകങ്ങൾ, ന്യൂക്ലിയസ് ഘടകങ്ങൾ, ന്യൂക്ലിയോടൈഡ്സ്. സോ മെനി ന്യൂക്ലിയോടൈഡ്സ് ആർ ദേർ. ഏതൊക്കെയാണ്? ഷുഗർ ഫോസ്ഫേറ്റ് നൈട്രജൻ ബോണ്ട് A, ഷുഗർ ഫോസ്ഫേറ്റ് നൈട്രജൻ ബോണ്ട് T, ഷുഗർ ഫോസ്ഫേറ്റ് നൈട്രജൻ ബോണ്ട് G, ഷുഗർ ഫോസ്ഫേറ്റ് നൈട്രജൻ C. ഇങ്ങനെ ധാരാളം കിടപ്പുണ്ട്. പിന്നെ യു കിടപ്പുണ്ട്, യുറാസും കിടപ്പുണ്ട്. യുറാസ് എന്തിനു വേണ്ടിയിട്ടാണ്? RNA ഉണ്ടാകുന്നത്. അത് കാലം വേണ്ടല്ലോ, അവർ കിടന്നു കൊടുക്കും. ധാരാളം കിടപ്പുണ്ട്. നമ്മൾ വിളിക്കുകയാണെന്താണ്? ന്യൂക്ലിയോടൈഡ് പൂൾ എന്നാണ് വിളിക്കുന്നത്. ഇത് ധാരാളം നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇതിങ്ങനെ അടിഞ്ഞു മാറും. ഇനി ഇതിപ്പോ ഇവിടെ ഞാൻ അഞ്ചാമത് എഴുതാണ് ATGC ATGC. ഞാൻ ചുമ്മാ എഴുതി. ഇത് ഇങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെയായിരിക്കും? ഇവിടെ CGATCGAT ഇങ്ങനെയായിരിക്കും. ശരിയല്ല? ആണ് Aക്ക് Tക്ക് ഇങ്ങനെയായിരിക്കും. ശരിയല്ല? ഇനി എങ്ങനെ അതിന്റെ കോപ്പീസ് ഉണ്ടാകുന്നു? ആദ്യം Aക്ക് വരും, ഇവിടെ ആര് വേണം? T വരണം. അപ്പൊ T വന്ന് ഇവിടെ ഒട്ടണമെങ്കിൽ ഒരു ബേസ് വേണം. അപ്പൊ നിങ്ങളൊരു 10 നില കെട്ടാൻ പണിയാണ്. ആദ്യം 1ാം നില പണിയാണോ ചെയ്യുന്നത്? അല്ല, 1ാം നില പണിയുന്നതിന്റെ അടിയിൽ എന്ത് വേണം? ഒരു ബേസ്മെന്റ് വേണം അല്ലെ? ആ ബേസ്മെന്റ് വളർത്താണ് 1ാം നില പണിയുക. ആ 1ാം നില മുകളിൽ 2ാം നില പണിയുന്നു. അതിന്റെ മുകളിൽ 3ാം നില പണിയുന്നു. അതുപോലെ ഏറ്റവും അടിയിൽ ബേസ്മെന്റ് പോലെ ഇവിടെ ഏഴവിടെ T വന്ന് ഒട്ടണമെങ്കിൽ ഇവിടെ ഒരു ബേസ് വേണം. അപ്പൊ ആദ്യം ഒരു ബേസ് ഇവിടെ ഒട്ടിയിരിക്കും. ആ ബേസിന്റെ പേരാണ് പ്രൈമർ. പ്രൈമർ എന്ന് വിളിക്കും. അതൊരു RNA ആണ്. നമ്മുടെ ശരീരത്തിൽ ഇതൊരു RNA. നമ്മുടെ ശരീരത്തിൽ RNA ആണ് പ്രൈമർ അറ്റാക്ക് ചെയ്യുക. പ്രൈമർ ഒരു ബേസ്മെന്റ് അത്. ഇതിനെ പോളിമർ എന്ന് വിളിക്കുക. ഏകദേശം 20 മുതൽ 30 വരെയുള്ള ന്യൂക്ലിക് അഡുകൾ ചേർന്നുണ്ടായ ഒരു ചെറിയ RNA കഷ്ണമാണ് വന്നിട്ടിരിക്കുക. പ്രൈമർ ഷോർട്ട് സീക്വൻസ് ഓഫ് ഒലിഗോന്യൂക്ലിയോടൈഡ്. ഞാൻ പിന്നീട് പറയാം. ഷോർട്ട് സീക്വൻസ് ഓഫ് ഒലിഗോന്യൂക്ലിയോടൈഡ് കണ്ടെയ്ൻ 20 to 30 ന്യൂക്ലിയോടൈഡ്സ്. അതിനെ ഒരു ടൈമർ എന്ന് വിളിക്കാറുണ്ട്. അതുകൊണ്ട് അതിനെ പോളിമർ എന്ന് വിളിക്കാറുണ്ട്. പോളിമർ പ്രൈമർ ഇസ് എ പോളിമർ ബിക്കോസ് ഇറ്റ് കണ്ടെയ്ൻ 20 to 30 ഓഫ് ന്യൂക്ലിയോടൈഡ്സ്. ഇവിടെ RNA ആണ് ആയിട്ട് ബേസ്മെന്റ് ആയിട്ട് വന്നത്. ആ ബേസ്മെന്റ് അതിന്റെ പുറത്തായിരിക്കും ആദ്യത്തെ T വന്നിട്ടുള്ളത്. ഓക്കെ. ഇങ്ങനെ ഒട്ടിക്കുന്ന എൻസൈം ഏതാണ്? ഒട്ടിക്കുന്ന എൻസൈം പേര് DNA പോളിമറൈസ് എന്നാണ്. DNA കോപ്പി ഉണ്ടായ DNA പോളിമറൈസ് വേണ്ടേ? അപ്പൊ എന്തൊക്കെ ഇവിടെ വേണമെന്ന് പറഞ്ഞാൽ, ഒന്ന് ആദ്യം DNA അഴിക്കുന്ന എൻസൈം ഒന്നാണ്. 2 ഒരു കൂട്ടം
ന്യൂക്ലിയോടൈഡുകൾ, അതിനെ വിളിക്കുന്ന ന്യൂക്ലിയോടൈഡ് പൂൾ, നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന കാര്യം പറയാണ്. മൂന്നാമത് ഇതിന് ബേസ് ആയിട്ട് ചെയ്യേണ്ട ഒരു ഷോർട്ട് സീക്വൻസ് ഓഫ് RNA ഓർ DNA, ഇറ്റ് ഈസ് കാൾഡ് പ്രൈമർ. ഇവിടെ നമ്മുടെ ശരീരത്തിൽ ആരാണ് പ്രൈമർ? RNA ആണ്. ഓർത്തോണം, പുസ്തകത്തിലും പറയുന്നില്ല. ഹ്യൂമൻ ബോഡിയിൽ അല്ലെങ്കിൽ ഇൻസൈഡ് ഇൻവിട്രോ മെത്തേഡ് DNA റെപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത് പ്രൈമർ എന്ന് പറയുന്നത് ആരാണ്? RNA ആണ്. പ്രൈമർ ഇസ് ദ RNA ഹിയർ. പ്രൈമർ എന്ന് പറയുന്നത് ഷോർട്ട് സീക്വൻസ് ഓഫ് ഒളിഗോ ന്യൂക്ലിയോടൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയോടൈഡുകളുടെ ഒരു കളക്ഷന്റെ അർത്ഥമുള്ളൂ. ഇറ്റ് മേ ബി 20 to 13 നമ്പർ. അതിനെ ഒരെണ്ണത്തിന് മെറർ എന്ന് വിളിക്കുന്നതിനെ പോളിമർ എന്ന് വിളിക്കാറുണ്ട്. ഞാൻ വീണ്ടും ഇത് പറയും. ഇനി ഇത് ബേസ് ആക്കിക്കൊണ്ട് അതിൽ പറ്റിയ ഏതാണെന്ന് വെച്ചാൽ അത് നോട്ടും. എ ആണെങ്കിൽ ടി ഒന്ന് നോട്ടും. ടിക്ക് ആരാണ്? DNA പോളിമറേസ് എൻസൈം. അപ്പൊ ടിയുടെ അടുത്ത ഏതാണ്? ഇവിടെ ഏതാണ്? എ ആട്ടോ. എ വന്നു, അതിനകത്തൊട്ടി. ഇതിന്റെ ബേസിൽ വന്നുകൊണ്ട് ജിക്ക് വരാനുള്ളത് സി നോട്ടുന്നു. സി ഇതിന്റെ പേരിലായിട്ട് ജി നോട്ടുന്നു. ജി ഇതിന്റെ പേരിലായിട്ട് ടി നോട്ടുന്നു. എ നോട്ടുന്നു. സി നോട്ടുന്നു. ഇതെല്ലാം ഒട്ടി മാറാൻ പുതിയ ന്യൂക്ലിയോടൈഡ് അല്ലെ, പുതിയ ഒരു DNA ആയി കഴിഞ്ഞു. അത് ഇങ്ങോട്ട് ജിക്ക് വരാം. സി 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 പഠിച്ചല്ലോ, പഠിച്ചിട്ടില്ലേ? അത് ഇങ്ങോട്ട് ലീഡിംഗ് സ്ട്രാൻഡ്, അങ്ങോട്ട് ലാഗിംഗ് സ്ട്രാൻഡ് രോഗസാഖ്യ ഫ്രാഗ്മെന്റ് വിളിക്കുന്നത് പറഞ്ഞല്ലോ. അപ്പൊ പുതിയ ഡാഷ് എന്തായിരിക്കും? 5' 3' അല്ലേ? 5' 3' അവിടെ ഇങ്ങോട്ടും 5' 3'. സോ പഠിച്ചല്ലേ? പുസ്തകങ്ങൾ ഞാൻ ഇട്ട് തരുന്നുണ്ട് നിങ്ങൾക്ക് അതിന്റെ ഒരു സീക്വൻസ് ഫോട്ടോസ് ഒക്കെ. സോ ദിസ് ഇസ് ഹൗ DNA replication occur inside a living cell. This is called in vivo DNA replication. അല്ലേ? ഇൻ വിവോ. അപ്പൊ ഇത് മനസ്സിലായാലും നമുക്ക് അടുത്ത പറയാൻ പറ്റും. മനസ്സിലായാലും ഒന്നുകൂടെ പറയുന്നു, നമ്മുടെ ശരീരത്തിൽ ഇതിനെ ഇൻ വിവോ മെത്തേഡാണ്. ഇൻ വിവോ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നതാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നതല്ല, നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻ വിട്രോ ആണ്. നമ്മൾ പഠിക്കും. നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് എങ്ങനെയാണ്? ആദ്യം DNA അഴിക്കുന്നു, അൺവൈൻഡ് ചെയ്യുന്നു. അതിനെ വിളിക്കുന്ന പേരാണ് DNA സെപ്പറേഷൻ അല്ലെ, അൺവൈൻഡിങ് ഓഫ് DNA. ആരാണ് എൻസൈമിനെ? എൻസൈം ഹെലിക്കേസ് ഓർ അൺവൈൻഡേഴ്സ്. തൊട്ട് പിന്നാലെ അഴിഞ്ഞു മാറിയ കഷ്ണത്തിന്റെ ഏത് എൻഡിലാണ് പ്രൈമർ ഒട്ടുന്നത്? ഓർത്തോണം, പ്രൈമർ ആൾവേസ് അറ്റാച്ച് ചെയ്ത 3' 3' പ്രൈമർ ഒട്ടത്തുള്ളൂ. ബിക്കോസ് എ ന്യൂ DNA ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഇറ്റ്സ് 5' 3' ഡയറക്ഷൻ. ന്യൂ DNA അതിന്റെ 5' 3' ഉണ്ടാക്കുക. അപ്പൊ ഇത് 3' 5' ആണെങ്കിൽ ഇത് 5' 3' പുതിയത് എപ്പോഴും അതിന്റെ 5' 3' ഡയറക്ഷൻ ഉണ്ടാകും. അപ്പൊ ഒരു പ്രൈമർ ഒന്ന് ഇട്ടുന്നു. പ്രൈമറുടെ RNA ആണ്. പ്രൈമർ എന്താന്ന് പറഞ്ഞാൽ ഷോർട്ട് സീക്വൻസ് ഓഫ് RNA having 20 to 30 nucleotide. It is a sequence of oligonucleotide. ഒരെണ്ണത്തിന്റെ മെറർ എന്ന് വിളിക്കുന്നതിനെ പോളിമർ എന്ന് വിളിക്കാം. അതിനെ ബേസ് ആക്കിക്കൊണ്ട് പുതിയ പുതിയ ന്യൂക്ലിയോടൈഡ് ഒട്ടി 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 പുതിയ DNA ഉണ്ട്. അതൊന്നും പഠിച്ചുള്ളൂ, അവർക്ക് പറഞ്ഞ കാര്യമില്ല. ഓക്കെ, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഞാൻ പരത്തി പറയുന്നത്. ദിസ് ഇസ് അപ്പൊ ഇതിന് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞു? ഹെലിക്കേസ് അൺവൈൻഡേഴ്സ്, ന്യൂക്ലിയോടൈഡ് പൂൾ വേണം, പ്രൈമർ ഉണ്ടായിരിക്കണം, പിന്നെ DNA പോളിമറേസ് സെൻസർ ഉണ്ടായിരിക്കണം. 4 ഘടകങ്ങൾ ഉണ്ടെങ്കിലേ നമ്മുടെ ശരീരത്തിനുള്ളിൽ എന്തോ നടക്കത്തുള്ളൂ? DNAയുടെ മൾട്ടിപ്ലിക്കേഷൻ നടക്കത്തുള്ളൂ. നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനല്ല, ഇൻസൈഡ് ലബോറട്ടറി ആണ്. ഇവിടെ എന്തൊക്കെ വേണം നോക്കിയുള്ളൂ. ഇവിടെ ഇതൊക്കെ തന്നെ വേണം. എന്ത് വേണം? ഇത് വേണം, ഇത് വേണം, ഇത് വേണം, ഇതും വേണം. പക്ഷേ ഇൻവിട്രോ മെത്തേഡിൽ ഇത് DNA ആണ്, നോട്ട് RNA. വ്യത്യാസം. അപ്പൊ ഇൻവിട്രോ മെത്തേഡിൽ എന്തൊക്കെ വേണം? ഹെലിക്കേസ് അതോ അൺവൈൻഡേഴ്സ് വേണ്ട, ന്യൂക്ലിയോടൈഡ് പൂൾ വേണം, കളക്ഷൻ ഓഫ് ന്യൂക്ലിയോടൈഡ് അത് വേണം, പ്രൈമർ വേണം, പക്ഷെ അത് DNA ആയിരിക്കും, അതുകൊണ്ട് DNA പോളിമറേസ് സെൻസർ വേണം. These 3 are needed in which method? In vitro amplification of DNA replication. അപ്പൊ എന്താ നോക്കിയിട്ട് ഇവിടെ പറയാൻ പോകുന്നത്? ഇവിടെ DNA primary is used. Primer എന്താന്ന് പറയുന്നത്? Primary is a shortest strand of nucleic acid that serves as the starting point of DNA replication. DNA replication എവിടുന്ന് തുടങ്ങണം എന്ന് കാണിക്കുന്ന ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് എന്ത്? പ്രൈമർ. ഇപ്പൊ നിങ്ങൾ തന്നെ ഇപ്പം ഓട്ടക്കാർ ഓടാൻ നിൽക്കുന്ന ഓട്ട മത്സരം നിൽക്കാന്ന് ചോദിക്കും അല്ലേ? ഓട്ട മത്സരം തുടങ്ങുമ്പോൾ ഓടാണെങ്കിൽ ഒരു വരയിട്ടേക്കും, ഇവിടെ നടന്ന് ഓടാം. അല്ല ചുമ്മാ ആൾക്കാരൊന്നും ഓടി തുടങ്ങുമല്ലോ. ഇത് അറിയാൻ വേണ്ടി ചിലപ്പോൾ ഇങ്ങനെയുള്ള സ്റ്റെപ്പ് അപ്പ് ഇങ്ങനെയുള്ള സ്റ്റെപ്പ് പോലുള്ള വെച്ചിട്ട് കണ്ടുണ്ടായിരിക്കും. ഇങ്ങനെ വെച്ചേക്കും റോഡിൽ. വലിയ ഒളിമ്പിക്സിനൊക്കെ അങ്ങനെ ഒരാള് പിന്നെ ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് ഇങ്ങനെ ചവിട്ടിക്കൊണ്ട് നിൽക്കണം. നിന്നോണ്ടാണ് അയാൾ ഓടാൻ നിൽക്കാൻ റെഡിയായി നിൽക്കണം. അങ്ങനെ ചവിട്ടിക്കൊണ്ടാണ് നിൽക്കാൻ. അപ്പൊ അയാൾക്ക് ഇവിടെ ഇങ്ങനെ ചവിട്ടി നിൽക്കാന്നുള്ളതാണ്. മനസ്സിലായാലും കാര്യം മനസ്സിലായാലും. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതാണ് പ്രൈമർ. അവിടെ നിന്നാണ് തുടങ്ങുന്നത്. So primer is a short sequence of nucleic acid. It is serving as a starting point of the DNA replication.
ഇറ്റ് ഈസ് കെമിക്കലി, എന്താ ഞാൻ ഇൻട്രസ്റ്റ് പോയിന്റ് ആണ്, കെമിക്കലി ഇറ്റ് ഈസ് കെമിക്കലി സിന്തസൈസ്ഡ് ഒലിഗോന്യൂക്ലിയോടൈഡ്. ഏതാ കെമിക്കലി സിന്തസൈസ്? ഞാൻ അവിടെ പറയുന്നതുകൊണ്ട് അറിയാം, നമ്മുടെ മെത്തേഡിനകത്ത് നമ്മൾ ഉണ്ടാക്കുന്നത്, പക്ഷെ ശരീരത്തിനകത്ത് RNA ആണ് കിട്ടുന്നത്. മനസ്സിലായി? കെമിക്കലി സിന്തസൈസ്ഡ് ഒലിഗോന്യൂക്ലിയോടൈഡ്. ഇറ്റ്സ് എ ഷോർട്ട് ന്യൂക്ലിക് ആസിഡ്. ഷോർട്ട് ന്യൂക്ലിക് ആസിഡ് ആര്? അത് DNA ആകാം, RNA ആകാം. ഓർത്തോളം നമ്മുടെ ശരീരത്ത് RNA ആണ്, പക്ഷെ ഈ മെത്തേഡിൽ DNA ആണ്. ആൻഡ് വൺ ഈസ് കാർഡുമർ. 25 ഉള്ളതുകൊണ്ട് പോളിമർ എന്ന് വിളിക്കും. 25 വരെ കണ്ടെത്തിരിക്കുക. പിന്നെ വേണ്ടത് പോളിമറൈസ് എൻസൈം ആണ്, പിന്നെ ന്യൂക്ലിക് ആസിഡ് പൂളാണ്. ഇനി എങ്ങനെയാണ് ഈ ഇൻ വിട്രോ മെത്തേഡ് ഓഫ് DNA ആംപ്ലിഫിക്കേഷൻ എന്ന് പറയും? ഒന്ന് മനസ്സിലാക്കുക. വാട്ട് ഈസ് PCR? PCR is a method used for multiplying a foreign DNA or gene of interest into millions of copies inside a laboratory. എന്ന് പറയുന്നു PCR എക്സ്പാൻഷൻ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ എന്നാണ്. PCR ഞാൻ വീണ്ടും എഴുതിയതാണ്, വായിച്ചു. പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ്. This method is used for multiplying a gene of interest into millions of copies outside a living body or inside a laboratory. That method is called in vitro amplification. മനസ്സിലായല്ലോ? PCR is an in vitro amplification of DNA inside a laboratory. The methods and materials needed for that, the gene of interest, we can say it is a template DNA. അതിനാണല്ലോ കോപ്പീസ് എടുക്കുക. So we can say it's a template DNA. രണ്ടാമത് വേണ്ടത് ന്യൂക്ലിക് ആസിഡ് പൂൾ. മൂന്നാമത് വേണ്ടത് DNA പോളിമറൈസ് എൻസൈം. നാലാമത് വേണ്ടത് പ്രൈമർ. PCR എന്ന് പറയുന്ന പ്രൈമർ DNA ആണ്, നമ്മുടെ ശരീരത്തെ പ്രൈമർ RNA ആണ്. അപ്പൊ നിങ്ങളൊരു ചാർട്ട് എഴുതി പഠിക്കണം അവസാനം. ഡിഫറൻസ് ബിറ്റ്വീൻ PCR ആൻഡ് ഇൻ വിട്രോ DNA റെപ്ലിക്കേഷൻ ആൻഡ് ഇൻ വിവോ DNA റെപ്ലിക്കേഷൻ. ഇൻ വിവോ എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത്, ഇൻ വിട്രോ എന്ന് പറഞ്ഞാൽ ലാബിൽ നടക്കുന്നത്. ഇനി ഈ മെത്തേഡ് എങ്ങനെയാണ് പറയുക? ആദ്യം ഈ DNA ആണ് നമുക്ക് രണ്ടായിട്ട് മുറിക്കേണ്ടത്, അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 3' 5' 3' 5'. ഈ DNA കോപ്പീസ് ആണ് നമുക്ക് എടുക്കുന്നത്. ഞാൻ എന്ത് ചെയ്യുന്നു? ഇതിനെ അൺവൈൻഡ് ചെയ്യാൻ പോവാ, അഴിക്കാൻ പോവാ. അഴിക്കുന്നത് ഇവിടെ എങ്ങനെയാണെന്നറിയാമോ? നോട്ട് ബൈ യൂസിങ് അൺവൈൻഡേഴ്സ് ഓർ ഹെലിക്കേഴ്സ്. സിംപ്ലി ഇറ്റ് ഈസ് ബൈ ഹീറ്റിംഗ്. ഒരു പ്രത്യേക ചൂട് ഉപയോഗിച്ചാണ് ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. ബൈ ഹീറ്റിംഗ് വി ക്യാൻ സെപ്പറേറ്റ് ഇൻടു 2 സിംഗിൾ സ്റ്റാൻഡേർഡ് ഫ്രാഗ്മെന്റ്സ്. ദാറ്റ്സ് കോൾഡ് ഡീനേച്ചർ. അങ്ങനെ ചെയ്തതിന് വിളിക്കുന്ന പേര് ഡീനേച്ചറിംഗ് എന്നാണ്. ഡീനേച്ചർ രണ്ടായിട്ട് എഴുതും. ഡീനേച്ചർ രണ്ടായിട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ എപ്പോഴും ഈ ഡാഷ് ഇടാൻ മറന്നു വരുന്നത്. ഡീനേച്ചർ രണ്ടായിട്ടായിരിക്കും അല്ലേ? അപ്പോൾ DNA അങ്ങനെ ഇരിക്കുന്നു, അത് രണ്ടായിട്ടായിരിക്കും. ഈ അഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് പ്രൈമർ കൊണ്ട് ഒട്ടിക്കുന്ന മെത്തേഡുണ്ട്. പ്രൈമർ കൊണ്ട് ഒട്ടിക്കണം. അപ്പോൾ നമ്മളിവിടെ DNA അഴിച്ചത് മറ്റേന്നുള്ള വ്യത്യാസമാണ്. വി ആർ നോട്ട് യൂസിങ് എൻസൈം ബട്ട് വി ആർ യൂസിങ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ എത്താന്ന് നോക്കിയോളൂ. 94 ഡിഗ്രി സെന്റിഗ്രേഡ് ആണ്. 94 ഡിഗ്രി സെന്റിഗ്രേഡ് 1 മിനിറ്റ് ചൂടാക്കിയാൽ 94 ഡിഗ്രി സെന്റിഗ്രേഡ് 1 മിനിറ്റ് ചൂടാക്കിയാൽ DNA അഴിയും. അപ്പൊ നിങ്ങൾ കഴിയോ നമ്മുടെ ശരീരത്തിൽ DNA അഴിയണമല്ലോ, അഴിയും. പക്ഷെ നിങ്ങളുടെ ശരീരത്തിൽ DNA ഒരിക്കലും 96 ഡിഗ്രി ചൂടാക്കുന്നുണ്ട് ഇല്ല? 96 ഡിഗ്രി ചൂടാക്കൽ ചത്തു അല്ല, നമ്മുടെ ശരീരം ചത്തു. പക്ഷെ ഈ DNA 96 ഡിഗ്രി 1 സെന്റിഗ്രേഡ് ചൂടാക്കിയ സ്വാഭാവികമായിട്ട് രണ്ടാട്ടം കഴിഞ്ഞോളും. ആ ഹൈഡ്രജൻ ബോണ്ട് ബ്രേക്ക് ആവുന്ന അർത്ഥം. മനസ്സിലായി? ഇനി എന്ത് ചെയ്തു? ഇതിനകത്ത് പ്രൈമർ കൊണ്ടുവന്ന് ഒട്ടിക്കും. അറ്റാച്ചിങ് പ്രൈമർ. പ്രൈമർ അവിടെ ഒട്ടുക. ഒരു പുതിയ DNA എപ്പോഴും അതിന്റെ 5' 3' ഡയറക്ഷൻ ഉണ്ടാകുക. അപ്പൊ ഇവിടെയാണ് പ്രൈമർ. എന്താണ് പ്രൈമർ? ഞാൻ ലേബൽ പ്രൈമർ. പ്രൈമർ എന്താണ്, എന്തുകൊണ്ട് നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞു. ഇവിടെ പ്രൈമർ ആരാണ്? DNA ആണ്. ഈ പ്രൈമർ ഒട്ടും നമ്മൾ തന്നെ അനീലിംഗ് എന്നാണ് പറയുന്നത്. അനീലിംഗ് പ്രൈമർ ഒട്ടും അനീലിംഗ്. അത് കഴിഞ്ഞിട്ട് കുറെ കഴിയുന്ന സംഭവിക്കുള്ളൂ പോളിമറൈസ് സെൻസർ ഒഴിച്ചു കൊടുക്കണം. ഇനിയാണ് പോളിമറൈസ് സെൻസർ. DNA പോളിമറൈസ് സെൻസർ. ഈ അനീലിംഗ് നടക്കണമെങ്കിൽ ടെമ്പറേച്ചർ മാറ്റി കൊടുക്കണം കേട്ടോ. അനീലിംഗ് ടെമ്പറേച്ചർ പഠിക്കാനില്ലെങ്കിലും പറയണം. 54 ഡിഗ്രി സെന്റിഗ്രേഡ് ഏകദേശം 45 മിനിറ്റ് ചൂടാക്കണം.
56 ഡിഗ്രി സെന്റിഗ്രേഡ് 45. നിങ്ങൾ ഈ ടെമ്പറേച്ചർ ഒന്നും പഠിക്കേണ്ട, പുസ്തകത്തിൽ പറയുന്നില്ല. മറ്റൊന്ന് നിങ്ങൾ നെറ്റിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചറിന് ചില വേരിയേഷൻ കാണിക്കും. എന്തായാലും ശരാശരി ടെമ്പറേച്ചർ ഇതാണ്. അപ്പോൾ ഞാൻ ടെമ്പറേച്ചർ പറഞ്ഞ കാര്യം എന്താണെന്ന് പിന്നെ മനസ്സിലാവും. അപ്പോൾ ഇവിടെ ഡീനേച്ചറിന്റെ ടെമ്പറേച്ചർ എന്താണ്? 96 ഡിഗ്രി 1 മിനിറ്റ്. അനീലിന്റെ ടെമ്പറേച്ചർ എന്താണ്? 56 ഡിഗ്രി 45 മിനിറ്റ്. അത് കഴിഞ്ഞിട്ട് DNA പോളിമറൈസ് എൻസൈം ഒഴിച്ചു കൊടുക്കണം അല്ലേ? അപ്പോഴത്തേക്കും ഇതെന്ത് ചെയ്യുന്നു? നമ്മുടെ ഇവിടെ ഒരു കളക്ഷൻ ഓഫ് ഇത് കിടപ്പുണ്ട്. ഇവിടെ വി ഹാവ് എ കളക്ഷൻ ഓഫ് ന്യൂക്ലിയോടൈഡ് പൂൾ അല്ലേ? അതിൽ നിന്ന് DNA പോളിമറൈസ് എൻസൈം വന്നിട്ട് ഇവിടെ ഏതാണ് അതിനറിയാം. ഇവിടെ A ആണെങ്കിൽ T ഒട്ടിക്കുന്നു, T ആണെങ്കിൽ A ഒട്ടിക്കുന്നു, G ആണെങ്കിൽ C ഒട്ടിക്കുന്നു, ഒട്ടിച്ച് ഇതിനെ നീളം കൂട്ടി കൊണ്ടുവരുന്നുണ്ട്. ഇത് പഴയ DNA. ഞാൻ 3' 5' 5' 3'. ഇവിടെ പ്രൈമറി ഉണ്ടായിരുന്നു. പുതിയത് ഒട്ടി നീളം വെച്ച് എങ്ങനെയാണെന്ന് അറിയാമല്ലോ. A ആണെങ്കിൽ T, G ആണെങ്കിൽ C, ഇങ്ങനെ ഒട്ടി നീളം വെച്ച് ഇങ്ങനെ വരും. അതുപോലെ നേരത്തെ ഇവിടെ പ്രൈമർ ഉണ്ടായിരുന്നു. ഇപ്പൊ പുതിയത് ഒട്ടി 2 DNA ആയില്ലേ? ഇത് ഇവിടെ എന്താണ്? ദിസ് തേർഡ് സ്റ്റെപ്പ് ഇസ് പ്രൈമർ എക്സ്റ്റൻഷൻ. പ്രൈമർ എക്സ്റ്റൻഷൻ അതിന് ടെമ്പറേച്ചർ ഉണ്ട്. അതിന്റെ ടെമ്പറേച്ചർ 72 ഡിഗ്രി 2 മിനിറ്റ് ആണ്. ഒരു DNA എത്രയായി? 2 അല്ലേ? ഇവിടെ എന്തൊക്കെ വേണം? ആദ്യം ചൂടാക്കാനുള്ള മെത്തേഡ് ഡീനേച്ചർ. അത് കഴിയുമ്പോൾ പ്രൈമർ ഒന്ന് ഒട്ടുന്നു, അതിന്റെ പേര് അനീലിംഗ്. അത് കഴിഞ്ഞാൽ DNA പോളിമറൈസ് എൻസൈമിന്റെ ഫലപ്രദമായി DNA 2 മൾട്ടിപ്ലൈ ചെയ്യും അല്ലേ? പ്രൈമർ എക്സ്റ്റൻഷൻ. വാട്ട് ആർ 3 സ്റ്റെപ്സ് ഓഫ് PCR? ഡീനേച്ചറിംഗ്, അനീലിംഗ്, പ്രൈമർ എക്സ്റ്റൻഷൻ അല്ലേ? ഇവിടെ ഒരു കാര്യം പഠിക്കണം. എന്നറിയുമോ? ഇവിടെ നോക്കി, ഈ DNA പോളിമറൈസ് എൻസൈം ഏത് ചൂടിലാണ് പ്രവർത്തിക്കുന്നത്? 56 ഡിഗ്രി 96 ഡിഗ്രി. ഈ DNA പോളിമറൈസ് എൻസൈം പ്രവർത്തിക്കത്തില്ല. നമ്മുടെ ശരീരത്തിലെ DNA പോളിമറൈസ് എൻസൈം പ്രവർത്തിക്കുന്ന ടെമ്പറേച്ചർ എത്രയാണ്? 38 ഡിഗ്രി അല്ലേ? അതാണ് നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അല്ലേ? ഒട്ടുമിക്ക അനിമൽസിന്റെ ബോഡി ടെമ്പറേച്ചർ 38 ഡിഗ്രിയാണ്. അത് കൂടിയ ടെമ്പറേച്ചർ 40, 50 ഒട്ടകങ്ങളൊക്കെ ജീവിക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ടെമ്പറേച്ചർ 72. അയ്യോ, 72 ഡിഗ്രി ടെമ്പറേച്ചറിലും ജന്തുക്കളും സാധനം ജീവിക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ഈ DNA പോളിമറൈസ് എൻസൈം എവിടെ നിന്ന് എടുക്കണം? കിട്ടത്തില്ല, ഒരു ജീവിതം കിട്ടത്തില്ല. അപ്പൊ ഈ പോളിമറൈസ് എൻസൈം ചൂട് നശിക്കാത്ത ഒരു DNA പോളിമറൈസ് എൻസൈം ആയിരിക്കണം അല്ലേ? അതിനുവേണ്ടി സയന്റിസ്റ്റുകൾ തിരക്കിയപ്പോൾ ഒരെണ്ണം കിട്ടുന്നറിയുമോ? അതേപോലെ ബാക്ടീരിയ കണ്ടിട്ടുണ്ടോ? തെർമോസിഡോഫൈൽസ്. എന്താണ് തെർമോസിഡോഫൈൽസ്? ചൂടിലും ആസിഡിലും ജീവിക്കുന്ന ബാക്ടീരിയ. ഇവിടെ ഉണ്ടെന്ന് നമ്മൾ പഠിച്ച ഫസ്റ്റ് ഇയറിൽ ഇൻ ദ ഹോട്ട് സ്പ്രിംഗ്, അതായത് കടലിന്റെ അടിത്തട്ടിൽ ചില ഉഷ്ണനീരുറവകളൊക്കെ ഉണ്ടാവുന്നിടത്തല്ലേ ഈ ബാക്ടീരിയ കാണാം. കടലിന്റെ അടിത്തട്ടിൽ ഉഷ്ണനീരുറവകൾ. നിങ്ങൾക്കറിയാം, ജപ്പാനിലൊക്കെ ചില ഭൂകമ്പത്തിന്റെ സമയത്തുള്ള പ്രദേശത്തുള്ള കുളങ്ങളിലൊക്കെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കും അല്ലെ? അങ്ങനെയുള്ള സ്ഥലങ്ങളെ നമ്മൾ ഹോട്ട് സ്പ്രിംഗ് എന്നാണ് പറയുന്നത്. ഹോട്ട് സ്പ്രിംഗ് ഇത് കടലിന്റെ അടിയിലും ഉണ്ട്. അവിടെയൊക്കെ ജീവിക്കുന്ന ബാക്ടീരിയകളാണ് തെർമോസിഡോഫൈൽസ്. അത്തരം ബാക്ടീരിയകൾ അവിടെ കിടന്ന് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ. അത്തരം ബാക്ടീരിയക്കുള്ളിൽ DNA പോളിമറൈസ് എൻസൈം ഉണ്ടല്ലോ. ആ എൻസൈമുകൾ ചൂട് നശിക്കുമോ? ഇല്ല. ദേ ആർ തെർമോസ്റ്റേബിൾ പോളിമറൈസ് എൻസൈം അല്ലേ? അങ്ങനെ ഒരുതരം ബാക്ടീരിയ ഉണ്ടായിരുന്നു, തെർമസ് അക്വാട്ടിക്കസ് എന്നാണ്. ആ ആശാന്റെ പോളിമറൈസ് എൻസൈം വേർതിരിച്ചെടുത്തു. ആ എൻസൈമിന്റെ പേരാണ് ടാക് പോളിമറൈസ്. എന്താ അത് വേണം ഉപയോഗിക്കാൻ, മനസ്സിലായല്ലോ? അപ്പൊ ഈ എൻസൈമിന്റെ ഇവിടുത്തെ പോളിമറൈസ് എൻസൈം വരുന്നതാണ് ടാക് പോളിമറൈസ് എൻസൈം. ടാക്കിന്റെ ചുരുക്കമാണ് തെർമസ് അക്വാട്ടിക്കസ്. തെർമസ് അക്വാട്ടിക്കസ് അതാണ് ടാക്. ആ എൻസൈം വെച്ച് കൊടുത്താൽ കുഴപ്പമില്ല. അയാൾ അത്ര ഡിഗ്രിയിൽ ഒരു കുഴപ്പമില്ല, 100 ഡിഗ്രി കുഴപ്പമില്ല. ഈ ബാക്ടീരിയ 300 ഡിഗ്രിയിൽ വരെ ജീവിക്കുന്ന മത്സ്യങ്ങളാണ്. കടലിന്റെ അടിത്തട്ടിൽ തിളച്ച് മറിയുന്ന ലാവ കടലിന്റെ അടിയിലുള്ള അവിടെയൊക്കെ ഇല്ല ജീവിച്ചോളൂ. അപ്പൊ ഇങ്ങനെയുള്ള ബാക്ടീരിയ നശിക്കുന്നില്ല, ആസിഡ് നശിക്കത്തില്ല, ചൂട് നശിക്കത്തില്ല. അപ്പൊ അവയ്ക്ക് ജീവിക്കാൻ വേണ്ടിയിട്ട് എന്ത് കൊടുത്തിട്ടുണ്ട്? ഈ പോളിമറൈസ് എൻസൈമുകൾ അവരെ സഹായിക്കും. അതുകൊണ്ട് ആ എൻസൈം വേർതിരിച്ചെടുത്താണ് ഇവിടെ ഉപയോഗിക്കും. മനസ്സിലായോ? അപ്പൊ എന്തൊക്കെ വേണം അവിടെ? സോ വാട്ട് ആർ 3 സ്റ്റെപ്സ് ഓഫ് PCR? പറയൂ, വാട്ട് ആർ 3 സ്റ്റെപ്സ് ഓഫ് PCR? 1 ഡീനേച്ചറിംഗ്, 2 അനീലിംഗ്, 3 പ്രൈമർ എക്സ്റ്റൻഷൻ അല്ലെ? ടെമ്പറേച്ചർ നിങ്ങൾ എൻട്രൻസ് വേണ്ടി പഠിച്ചാൽ. സെപ്പറേറ്റിംഗ് ഡബിൾ സ്റ്റാൻഡ് DNA, സിംഗിൾ സ്റ്റാൻഡ് DNA is called denaturing. This is a heat mediated process. ചൂട് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. Then attaching primer at the 3' end of the DNA is called attaching primer at the 3' end of the single stranded DNA is called annealing. Then using nucleotide, the new DNA is produced as the base of primer is called primer extension. All these steps are called PCR. A special type of polymerase enzyme used here is called Taq polymerase enzyme.
which is a thermostable polymerase enzyme obtained from a special type of thermoacidophile bacteria called Thermus aquaticus, and that polymerase enzyme is called a Taq polymerase enzyme. Simple അല്ലേ? സിമ്പിൾ ആണ്. അപ്പൊ ഈ DNA എത്രയായി? 2 അല്ലേ? ഇതിനെ ഒരു സൈക്കിൾ എന്നാ വിളിക്കുന്നത് അല്ലേ? ഞാൻ ഈ സൈക്കിൾ ഒന്നുകൂടെ ആവർത്തിച്ചാൽ സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ DNA വീണ്ടും അഴിച്ച് ഇതേ ഒന്നുകൂടെ നടക്കുകയാണെങ്കിൽ ഇപ്പൊ എത്രണ്ണം കിട്ടും നമുക്ക്? 4 കിട്ടും അല്ലേ? അപ്പൊ 2 സൈക്കിൾ ആയപ്പോൾ 4 ആയി. ഒരു സൈക്കിൾ ആവർത്തിച്ചാൽ 8 ആവും, ഒരു സൈക്കിൾ ആവർത്തിച്ചാൽ 16 ആവും. അങ്ങനെ ആവർത്തിച്ചാൽ 30 സൈക്കിൾ ആവർത്തിച്ചാൽ ഇങ്ങനെ കൊടുത്തായിരിക്കും. ഇങ്ങനെ കൊടുത്താൽ 30 സൈക്കിൾ ആവർത്തിച്ചാൽ we can produce 1 billion copies. കേട്ടോ, 1 billion copies. We can produce 1 billion copies by repeating this cycle into 30 times. Simple അല്ലേ? നിങ്ങൾ ചെയ്തോണ്ടിരുന്നാൽ മതി. അപ്പൊ നിങ്ങൾ ഇത് എങ്ങനെയാണ്? അതൊരു കഥ ഞാൻ പറഞ്ഞു. നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ഇങ്ങനെ 30 സൈക്കിൾ റിപ്പീറ്റ് ചെയ്താൽ നമുക്ക് ഈ DNA-യുടെ 1 ബില്യൺ കോപ്പി കിട്ടും. മനസ്സിലായോ? സോ ദിസ് ഈസ് കാൾഡ് PCR അല്ലേ? ഒന്നുകൂടെ ഞാൻ പറയുന്നു, ദിസ് കാൾഡ് ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ഓർ ഫോറിൻ ജീൻ, അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞ പോലെ ടെംപ്ലേറ്റ് ജീൻ. ഈ ജീന്റെ കോപ്പി എടുക്കുന്നപ്പോൾ ടെംപ്ലേറ്റ് ജീൻ എന്ന് വേണമെങ്കിൽ വിളിക്കാം. അതിനെ അൺബൈൻഡ് ചെയ്ത് സിംഗിൾ സ്റ്റാൻഡ് ആകുന്ന വിളിക്കുന്ന ഡീനേച്ചറിങ്. ആ മെത്തേഡിനെ ചൂടാണ് ഉപയോഗിക്കുന്നത്. ദെൻ at the 3' end we can attach a primer. That method is called annealing, and by taking the primer as a basic step or initiation point, new nucleotides are attached, producing a new DNA strand. So we can produce 2 DNAs, and this is called a primer extension. If we put the DNA ingane kodukana, ഇത് 5' ഇത് 3', ഇത് 5', ഇത് 3'. So do this. And this is called one cycle, and special type of polymerase enzyme here is called Taq polymerase enzyme. It is obtained from a thermostable bacteria, and Taq polymerase enzyme is a thermostable polymerase enzyme. It is obtained from a bacteria called Thermus aquaticus, and it is a thermoacidophile, and it is a heat stable polymerase enzyme. Our temperature is not. We can produce 1 million copies by repeating this method. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത്? പുസ്തകത്തിലുള്ള ഈ ചിത്രം ഇതാണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ബോഡി വരച്ചെടുത്തിട്ടുള്ളവർ അത് ആയിക്കോട്ടെ, പക്ഷേ ഇത് വേണം കറക്റ്റായിട്ട് വരച്ചെടുക്കാൻ. അതിനകത്ത് അതിൻ്റെ 3' 5' എല്ലാം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പൊസിഷൻ നോക്കിക്കണം, എവിടെയാണ് എൻസൈം വരുന്നത് നോക്കിക്കണം. ഇതെല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ നോട്ടിനകത്ത് വരച്ചിരിക്കണം. ഈ പടം ഇതുപോലെ പരീക്ഷയ്ക്ക് തന്നിട്ട് അതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ ചോദിക്കും. അതെങ്ങനെയാണെന്ന് ഇപ്പോൾ പറയും. അതെല്ലാം ശ്രദ്ധിച്ചോണം. ഓക്കെ, മനസ്സിലായല്ലേ? ഇത് സിമ്പിളാണ്. PCR എന്ന് പറയുന്ന കൊച്ചൊരു മെഷീനാണ്. അതിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ഇവിടെ 3 കുഴിയുണ്ട്. ഇവിടെ ഫാനിന്റെ റെഗുലേറ്റർ പോലെ 3 സ്വിച്ചുകളുണ്ട്. അത്രേ ഉള്ളൂ. പിന്നെ വൈദ്യുതി കണക്ഷൻ കൊടുക്കാൻ ഒരു പ്ലഗ്. സിമ്പിൾ. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ സംഭവം. നമുക്ക് ടെസ്റ്റ് ട്യൂബ് വന്നു. ഇതൊരു ടെസ്റ്റ് ട്യൂബാണ്. അതായത് ഏത് DNA കോപ്പി ഇടണം അത് ഇടുക. ടാക് പോളിമറേസ് എൻസൈം ഒഴിക്കുന്നു. കുറെ പ്രൈമർ വാരി ഇടുന്നു. കുറെ ന്യൂക്ലിയോടൈഡ് വാരി ഇടുന്നു. ന്യൂക്ലിയോടൈഡ് ഏതൊക്കെ ഉണ്ടാക്കണം? ATGC എല്ലാം ഉണ്ടാക്കണം. എന്നിട്ട് ഈ ടെസ്റ്റ് കൊടുത്ത് ഇതിനകത്ത് ഇറക്കി വെക്കും. ഓക്കെ, അപ്പൊ ടെസ്റ്റ് എന്തെല്ലാം ഉണ്ട്? ഏത് DNA കോപ്പി എടുക്കണോ ആ DNA അതിനകത്തുണ്ട്. പിന്നെ ടാക് പോളിമറേസ് എൻസൈം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ധാരാളം ന്യൂക്ലിയോടൈഡ് വാരിയിട്ടുണ്ട്. പിന്നെ പ്രൈമറും വാരിയിട്ടുണ്ട്. പിന്നെ എന്നിട്ട് ചൂട് നേരെ റെഗുലേറ്ററോട് തിരിക്കുക. ഒറ്റ തിരിക്കും. 96 ഡിഗ്രി 1 മിനിറ്റ് കൊണ്ടാക്കി എന്ത് കിടക്കും? അഴിഞ്ഞിരിക്കും. 96 ഡിഗ്രി അഴിയുമല്ലോ. നേരെ ടെമ്പറേച്ചർ തിരിച്ചു 56 ഡിഗ്രി 45 മിനിറ്റ് വെച്ചു. എന്ത് നടന്നിരിക്കും? ഇത് തൊട്ടിരിക്കും. നടന്നിരിക്കും. നമുക്ക് കാണേണ്ട കാര്യമില്ല. നടന്നിരിക്കും. 45 മിനിറ്റ് ഓടി വന്നിട്ട് ഞാൻ തിരിച്ച് 72 ഡിഗ്രി കൊണ്ടുവച്ചു. ഒരു 2 മിനിറ്റ് വെച്ച് എന്ത് നടന്നിരിക്കും? എക്ഷൻ നടന്നിരിക്കും. ഞാൻ സിസ്റ്റം ഓഫ് ചെയ്തു. പോയി നോക്കാൻ അതിനകത്ത് എത്ര DNA ആണ്? 2 DNA ആണ്. ശരിയല്ലേ?
വീണ്ടും ഞാൻ ഒന്നുകൂടെ ഇതേ DNA വെച്ചോണ്ട് വീണ്ടും ഇതേ സിസ്റ്റം ഞാൻ ഒന്നും എടുത്തില്ലെന്ന് വെച്ചു, ഒന്നുകൂടെ വീണ്ടും തിരിച്ചാൽ 92 കൊണ്ട് ചേർത്തിട്ടുണ്ടാവും. ഈ 2 DNA കഴിഞ്ഞ് 4 സ്ട്രാൻഡാണ്. ശരിയല്ലേ? ഞാൻ വീണ്ടും തിരിച്ച് 52 കൊണ്ടുവയ്ക്കുന്നു. എന്ത് നടക്കും? ഇതിനകത്തെല്ലാം തന്നെ പ്രൈമർ ഒട്ടും. വീണ്ടും കൊണ്ടുവന്ന് 72 തിരിച്ചു വെച്ചു കൊടുത്താൽ അത് 4 DNA ആവും. അപ്പൊ സിംപിളി ഇങ്ങനെ തിരിച്ചുകൊണ്ടിരുന്നാൽ മതി അല്ലേ? അത്രയും ചെയ്താൽ മതി. ഇപ്പൊ പണ്ടാദ്യം മനുഷ്യൻ ഇപ്പൊ കമ്പ്യൂട്ടർ തന്നെ തിരിച്ചു കൊടുക്കും, ഒന്നും ചെയ്യണ്ട. പ്രോഗ്രാം എത്ര കോപ്പി വേണം അടിച്ചു കൊടുത്താൽ മാത്രം മതി. അത് സ്വയം ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ ആക്കി തരും അല്ലേ? നിങ്ങളുടെ വീട്ടിലൊക്കെ ഫുള്ളി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ കൊണ്ടെങ്കിൽ അറിയാതെ തുണി ഇടുക, പോവുക, അത് തന്നെ ഓണാകുന്നു, വെള്ളം നിറയ്ക്കുന്നു, ഓഫാക്കുന്നു, പിന്നെ പുറത്തേക്ക് കളയുന്നു, വീണ്ടും വെള്ളം നിറയ്ക്കുന്നു, ഓഫാക്കുന്നു, കഴുകുന്നു, അവസാനം കീക്കിയൊരു ശബ്ദം കേൾക്കുന്നു. നിങ്ങളൊന്നും ചെയ്യണ്ടല്ലോ. അതെല്ലാം പ്രോസസ്സറാണ് കൺട്രോൾ. ചെറിയ ചെറിയ കമ്പ്യൂട്ടർ ചിപ്പുകളാണ് കൺട്രോൾ. അതുപോലെയാണ് ഇതിനകത്ത് കമ്പ്യൂട്ടർ കൺട്രോൾ. അത് തന്നെ ടെമ്പറേച്ചർ മാറ്റി 30 സൈക്കിൾ നമുക്ക് ഇങ്ങനെ കേൾക്കും. ചിലപ്പോൾ അതിനകത്ത് കോപ്പി ആണ് 1 ബില്യൺ കോപ്പീസ് കാണും. സിമ്പിൾ, ഈസി അല്ലേ? ഞാൻ എന്റെ പടം ആ യന്ത്രത്തിന്റെ പടവും അതിന് ടെസ്റ്റ് ട്യൂബിന്റെ പടവും അല്ല ഇതിട്ട് കാണിക്കുന്നത്. ഇതെങ്ങനെയാ ചെയ്യുന്നത് വീഡിയോ ഉണ്ടെങ്കിൽ ഇട്ട് തരാം. സോ ദിസ് ആർ മെത്തേഡ്. പഠിക്കാൻ സിമ്പിൾ അല്ലേ? പരീക്ഷിക്കാൻ ചോദ്യം വരുന്നതേ അതോടെ പറഞ്ഞു നിർത്താം. പരീക്ഷിക്കുന്നതാണ് ചോദ്യം. Different process of PCR figure is given. PCR step are given. What are ABC? In the part ABC A, denaturing B, annealing C, primer extension. What type of polymerase enzyme is used here? Since this method is operated by temperature, there must be need of a thermostable polymerase enzyme. For that purpose, we use a polymerase enzyme obtained from a bacteria, thermoacidophile bacteria called Thermus aquaticus. The polymerase enzyme called TAC polymerase enzyme. It is a thermostable polymerase enzyme. TAC polymerase enzyme is a thermostable polymerase enzyme. Finished. നിങ്ങളുടെ ചോദ്യമാണ് പരീക്ഷയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എൻട്രൻസിൽ ഒരുപാട് കാര്യം ചോദിക്കും. ഒലിഗോന്യൂക്ലിയേറ്റഡ് എന്താണ്, പ്രൈമർ എന്താണ്, ഇതും PCR തമ്മിൽ ഈ ഇൻവിട്രോ മെത്തേഡ് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നൊക്കെ പഠിക്കും. അപ്പൊ നിങ്ങൾ ഇൻവിട്രോ മെത്തേഡ് ഇൻവിവോ മെത്തേഡ് തമ്മിലൊരു വ്യത്യാസം ചാർട്ടായിട്ട് ഉണ്ടാക്കി പഠിച്ചോണം. ഓക്കെ, വീണ്ടും പറഞ്ഞിട്ടല്ലോ, സിമ്പിൾ അല്ലേ? ഓക്കെ, ഇനി അടുത്ത പതിലേക്ക് കിടക്കാം. നിങ്ങൾക്ക് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം. നിങ്ങളോട് 30 സൈക്കിൾ ഓപ്പറേറ്റ് ചെയ്ത 1 ബില്യൺ കിട്ടും എന്ന് പറഞ്ഞല്ലേ? 30 സൈക്കിൾ ഓപ്പറേറ്റ് ചെയ്ത 1 ബില്യൺ കിട്ടും എന്നൊക്കെ പറഞ്ഞല്ലേ? 1 ബില്യൺ. എനിക്ക് 1/2 ബില്യൺ മതി. എത്ര സൈക്കിൾ ഓപ്പറേറ്റ് ചെയ്യണം? 1/2 ബില്യൺ മതി എനിക്ക്. എത്ര സൈക്കിൾ ഓപ്പറേറ്റ് ചെയ്താൽ 1/2 ബില്യൺ കിട്ടും? മനസ്സിലായല്ലോ? ഇത് ഞാനിപ്പോ ഉത്തരങ്ങൾ പറയണ്ട, നിങ്ങൾ ഡിസ്കഷൻ സമയത്ത് പറഞ്ഞുതരാം. How many cycle has to be operated to produce 1/2 billion DNA polymerase? അപ്പൊ ഇത്ര നേരം പഠിച്ചതെല്ലാം ഒന്ന് ഷോർട്ട് ഹാൻഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം, പുസ്തകത്തിൽ കിടക്കുന്നത്. അതുപോലെ നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ തന്നെ കൊടുത്തിരിക്കുകയാണ്. ഇൻസേർഷൻ ഓഫ് RDNA into the host cell അഥവാ ഓർഗാനിസം എന്തൊക്കെ ചെയ്യണമെന്നാണ്. Recipient cell are to be made competent to receive the DNA. ഹോസ്റ്റ് സെല്ലിനെ DNA റിസീവ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കി നിർത്തണം. എങ്ങനെയാ? ഹീറ്റ് ഷോക്ക് ബാക്ടീരിയ ആണെങ്കിൽ മൈക്രോ ഇഞ്ചക്ഷൻ തയ്യാറെടുത്തു, പ്ലാന്റ് സെൽ ആണെങ്കിൽ ബയോളജിസ്റ്റ് മെത്തേഡ്. If RDNA become antibiotic resistant gene, the host cell become antibiotic resistant can be selected from its non-transformed recipient. ശരിയല്ലേ? നമ്മൾ കൊടുക്കുന്ന DNA ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ കിട്ടിയ ജീവി ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ആയിരിക്കും. അതിനെ മറ്റുള്ളവർ തിരിച്ചെടുക്കുന്നത് എങ്ങനെയാണ്? നമ്മൾ 2 മെത്തേഡ് പഠിച്ചു. ഒന്ന് ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ കളറിംഗ് മെത്തേഡ് ഉപയോഗിച്ച് കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞു. അത് എക്സാമ്പിൾ എടുത്ത് പറഞ്ഞു. If ampicillin can be resistant gene comes from RDNA transfer E. coli, the recipient cell become ampicillin resistant and can be separated from other cells by using agarose gel plates. DNA നമുക്ക് അഗറോസ് ജെൽ പ്ലേറ്റ് ഉപയോഗിച്ച് മാറ്റിയെടുക്കാം എന്നൊക്കെ പറയുന്നത്. സെലക്ടീവ് മാർക്കറായിട്ട് ഉപയോഗിക്കാം. ഇതൊക്കെ പഠിച്ച കാര്യങ്ങൾ ചുരുക്കി പറഞ്ഞിട്ടുള്ള പുസ്തകം വായിക്കുമ്പോൾ അതൊക്കെ പറയുന്നുണ്ട്. നിങ്ങൾ എന്താ ഞാൻ പറഞ്ഞില്ല എന്ന് പറയുന്നതുകൊണ്ട് പറഞ്ഞു. ജനറ്റിക് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ഇത്രേ ഉള്ളൂ. അപ്പോൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി പുതിയ ജീവി എങ്ങനെ ഉണ്ടാക്കാം, പുതിയ പ്ലാന്റിനെ എങ്ങനെ ഉണ്ടാക്കാം, പുതിയ അനിമലിനെ എങ്ങനെ ഉണ്ടാക്കാം, അപ്പൊ അതിനുവേണ്ടി മെത്തേഡുകൾ എന്തല്ല എന്നെല്ലാം പറഞ്ഞു അല്ലേ? സോ ഫസ്റ്റ് സ്റ്റെപ്പ് ഈസ് ഓവർ. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്ത 2 കോർ ടെക്നിക്സ് ഓഫ് മോഡേൺ ബയോടെക്നോളജി. ഒന്ന് ജനറ്റിക് എഞ്ചിനീയറിംഗ്, മറ്റൊന്ന് ബയോ പ്രോസസിംഗ് എഞ്ചിനീയറിംഗ്.
to maintain the sterile ambience to produce the product in large scale. അതാണ് അപ്പൊ നമ്മളിപ്പോ ഇത്രയും നേരം പഠിക്കുന്ന ഒരു കാര്യം മനസ്സിലായി. നമ്മളിപ്പോ ഇൻസുലിൻ ഉണ്ടാക്കുന്ന ഒരു ജീൻ ഒരു ബാക്കിലേക്ക് കടത്തി വിട്ടു. ഞാൻ അന്നൊന്നും പറയുന്ന എക്സാമ്പിൾ ആണ്, പക്ഷേ ഇങ്ങനെയല്ല ഇൻസുലിൻ ഉണ്ടാക്കുന്നത്. ഇൻസുലിൻ ഉണ്ടാക്കാൻ ഒരു ജീനിനെ ഒരു ബാക്കിലേക്ക് കടത്തി വിട്ടു കഴിഞ്ഞാൽ നമുക്ക് ഇൻസുലിൻ വേണം അല്ലേ? അപ്പൊ ഈ പദം ഇത്രയും ചെയ്യണമെങ്കിൽ എന്ത് ചെലവാ? അത്രയും ചെലവിലൂടെ ഒരു ബാക്ടീരിയ ഞാൻ ഇൻസുലിൻ ഉണ്ടാക്കാൻ കഴിവുള്ളതാക്കി എടുത്താൽ ആ ബാക്ടീരിയയിൽ നിന്ന് ഇൻസുലിൻ കിട്ടാൻ വേണ്ടി ഞാൻ ഒരു പാത്രത്തിൽ വളർത്തിയ എന്തോ ഇൻസുലിൻ കിട്ടും. മാത്രമല്ല അങ്ങനെ കടത്തിവിട്ട ബാക്ടീരിയയുടെ ഒപ്പം മറ്റേ ബാക്ടീരിയ വളരാൻ സാധ്യത ഉണ്ടല്ലോ. കാരണം പ്രകൃതിയിൽ എല്ലാ ബാക്ടീരിയ ഉണ്ട്, എവിടെയുണ്ട് ബാക്ടീരിയ. അപ്പൊ ഇൻസുലിൻ ഉണ്ടാക്കാൻ കഴിയില്ല ഒരു ജനറ്റിക് എഞ്ചിനീയറിംഗിൽ മോഡിഫൈഡ് ബാക്ടീരിയ ഞാൻ ഉണ്ടാക്കുമ്പോൾ അതിന്റെ കൂടെ മറ്റു ബാക്ടീരിയയും കാണും. അപ്പൊ അതിനെല്ലാം മാറ്റി എനിക്ക് ഈ ബാക്ടീരിയ മാത്രം എടുക്കണം. പിന്നെ അതിനെ മാത്രമായി വലിയ അളവിൽ മൾട്ടിപ്ലൈ ചെയ്ത് അതിന്റെ പ്രോഡക്റ്റ് എടുക്കണം. പ്രോഡക്റ്റ് ഇപ്പം മതിയോ? ഇപ്പൊ നിങ്ങൾ ഓർത്ത് കോവിഡിനെതിരെ വാക്സിൻ ഉണ്ടാക്കുന്ന നമ്മുടെ പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് അവര് ഒരാൾക്ക് 5 മില്ലി വാക്സിൻ വേണമെന്ന് വെച്ചോളൂ. 135 കോടി ജനങ്ങൾക്ക് വാക്സിൻ ഉണ്ടാക്കണം സിറം ഇൻസ്റ്റിറ്റ്യൂട്ട്. ഒപ്പം തന്നെ ഇത് ഉണ്ടാക്കാൻ കഴിവില്ലാത്ത കൊച്ചു രാജ്യങ്ങൾ ധാരാളം വേറെയുണ്ട്, അവർക്ക് കൊടുക്കുകയും വേണം അല്ലേ? അപ്പൊ ലോകത്തുള്ള 250 കോടി ജനങ്ങൾക്ക് ഒരു സ്ഥാപനമാണ് വാക്സിൻ ഉണ്ടാക്കുന്നത് വെച്ചോളൂ. വാക്സിൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെ മെത്തേഡുകളാണ് അല്ലെ? RDNA വാക്സിൻ എന്തുമാത്രം ഉണ്ടാക്കണം ഓർത്തു. ഇപ്പൊ തന്നെ 10 ലക്ഷം കൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ടെസ്റ്റ് വിജയിച്ചാൽ കൊടുക്കാത്ത രീതിയിൽ 10 കോടിയൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ആദ്യം നീ കൂടുതൽ പ്രവർത്തിക്കുന്ന പോലീസുകാർക്കും അതുപോലെ ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ആദ്യം കൊടുക്കത്തുള്ളൂ. അപ്പൊ എന്ത് അളവിലുണ്ടാക്കണം? അപ്പൊ ഇത് ഒരു കൊച്ചു മാത്രം വളർത്തിയാൽ മതി പോരാ. സോ വി ഹാവ് ടു പ്രൊഡ്യൂസ് എ പ്രോഡക്റ്റ് ഇൻ വെരി ലാർജ് ക്വാണ്ടിറ്റി. അതാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ പഠിക്കുന്നത്. ദാറ്റ് ഈസ് ഒബ്റ്റെയിൻ ദ ഫോറിൻ ജീൻ പ്രോഡക്റ്റ്. ഈ ജീനിന്റെ പ്രോഡക്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകും. മനസ്സിലായി? അതായത് ഇപ്പൊ നമ്മളൊരു DNA ഒരു ബാക്ടീരിയക്കകത്ത് കടത്തി വിട്ടു. ആൻഡ് വി ആർ ഒബ്റ്റെയിനിങ് എ പ്രോട്ടീൻ. ആ ബാക്ടീരിയയിൽ നിന്ന് പ്രോട്ടീൻ ഉണ്ടാക്കുക. ഇപ്പൊ ഈ ജീനെ ഈ ബാക്ടീരിയ കടത്തി വിട്ടാൽ ദിസ് ഈസ് എ റീകോംബിനന്റ് ഓർഗാനിസം. അങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന പ്രോട്ടീൻ നമുക്ക് റീകോംബിനന്റ് പ്രോട്ടീൻ എന്ന് വിളിക്കും. പ്രോട്ടീൻ obtained from recombinant organisms called recombinant protein. ശരി, ഇപ്പൊ എന്റെ ശരീരത്ത് പ്രോട്ടീൻ ഉണ്ടാകാൻ കഴിയുള്ളൂ. ഞാൻ റീകോംബിനന്റ് ഓർഗാനിസം ഒന്നുമല്ല. എന്റെ തുപ്പലിനകത്ത് എൻസൈമുകളുണ്ട്, പ്രോട്ടീനാണ് അല്ലെ? കൈലിൻ ഡൈജസ്റ്റീവ് എൻസൈം എല്ലാം പ്രോട്ടീനാണ്. പക്ഷെ ഇതൊരു ബാക്ടീരിയ ആണ്, റീകോംബിനന്റ് ഓർഗാനിസം ആണെങ്കിൽ അതിൽ നിന്ന് കിട്ടിയ പ്രോട്ടീൻ ആണ് റീകോംബിനന്റ് പ്രോട്ടീൻ. ഒരു ബാക്ടീരിയക്കകത്ത് നമ്മളൊരു ജീൻ കടത്തിടുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യമുള്ള ഒരു പ്രോട്ടീൻ ഉണ്ടാക്കാനേ കടത്തിവിടത്തുള്ളൂ. അപ്പൊ ഇൻസുലിൻ എടുത്തോളൂ. ഇൻസുലിൻ ഉണ്ടാക്കുന്ന ബാക്ടീരിയ ആണെങ്കിൽ ഇത് റീകോംബിനന്റ് ഇൻസുലിൻ ആയിരിക്കും അല്ലെ? R ഇൻസുലിൻ അഥവാ റീകോംബിനന്റ് ഇൻസുലിൻ. അപ്പൊ നമ്മുടെ മുന്നിലെ വെല്ലുവിളി എന്താ? പ്രൊഡ്യൂസ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി. നോക്കിയോളൂ. Inserting a foreign DNA into an organism to obtaining a desirable protein by its expression. ഒരു കാര്യമുണ്ട് കേട്ടോ. അപ്പൊ നമ്മളിപ്പോ ഒരു ഇത്രയും കഷ്ടപ്പെട്ട ഒരു DNA ഒരു ജീവിയിലോട്ട് കടത്തി വിട്ടാൽ ആ ജീൻ അവിടെ പോയി വെറുതെ ഇരുന്നാൽ പോലെ അത് പ്രവർത്തിക്കണം. ഒരു DNA എങ്ങനെ പ്രവർത്തിക്കുന്നത്? അത് RNA ഉണ്ടാക്കും. RNA എങ്ങനെ പ്രവർത്തിക്കുന്നത്? പ്രോട്ടീൻ ഉണ്ടാക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഒരാളൊരു TV ഒരു ഗിഫ്റ്റ് ആയിട്ട് തരുന്നു. ഓക്കെ, നിങ്ങൾ സന്തോഷം, വീട്ടിൽ കൂടെ കുത്തിയിട്ട് വർക്ക് ചെയ്യുന്നില്ല, എന്തിനും വർക്ക് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങളുടെ സന്തോഷം എന്തെങ്കിലും പോവും. നിങ്ങൾക്കൊരു TV കിട്ടി, പക്ഷെ അത് ഓൺ ആവില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം TV ഇല്ലെന്നല്ലേ? അതുപോലെ ഒരു DNA നമ്മൾ ബാക്കിലേക്ക് കടത്തി വിട്ട് കഴിഞ്ഞാൽ അത് പ്രവർത്തിക്കണം. അങ്ങനെയുണ്ട്. അത് അവസരത്തിലെ വാക്ക് കൊടുത്തത് എന്താണ്? ഈ പ്രോട്ടീൻ ബൈ ഇറ്റ്സ് എക്സ്പ്രഷൻ. ആരുടെ എക്സ്പ്രഷൻ ആണ്? DNAയുടെ എക്സ്പ്രഷൻ. എക്സ്പ്രസ് ചെയ്യുക, പ്രവർത്തിക്കുക. അങ്ങനെ DNAയുടെ പ്രവർത്തന ഫലമായിട്ട് നമുക്ക് പ്രോട്ടീൻ കിട്ടിയാൽ that can be called as recombinant protein. The protein obtained from a host with rDNA that's called heterogeneous DNA or heterologous DNA, or the organism is called heterologous organism, and that can be called as a recombinant protein, and it must be separated and purified. അത് സെപ്പറേറ്റ് ചെയ്യാൻ വേണം, പ്യൂരിഫൈ ചെയ്തെടുക്കുകയും വേണം. അതെന്താ ഞാൻ പിന്നീട് പറയാം. അപ്പോ ഇപ്പൊ ഈ ഒരു ബാക്ടീരിയയിൽ നിന്ന് എനിക്ക് ഒരു ബാക്ടീരിയയിൽ നിന്ന് എത്ര പ്രോട്ടീൻ കിട്ടും? വളരെ സിമ്പിൾ. ഞാൻ ഈ ബാക്ടീരിയ ഒരു പെട്രി ഡിഷിനകത്ത് വളർത്തുന്നുണ്ട്. ഒരു കോളനി ഉണ്ടാക്കിയാൽ അതിന് എത്ര കിട്ടും? 1 മില്ലി ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. എനിക്ക് 1 മില്ലി പോലെ. ഇൻസുലിനാണെങ്കിൽ ഒരു രാജ്യത്തെ ജനതയ്ക്ക്, ഒരു ലോകത്തെ ജനതയ്ക്ക് മുഴുവൻ കിട്ടണം. വേണ്ട, ഇപ്പൊ വാക്സിൻ ഉണ്ടാക്കുന്ന പോലെയാണ്. സോ വി ഹാവ് ടു പ്രൊഡ്യൂസ് ഇൻ ലാർജ് സ്കെയിൽ. അപ്പൊ ഒരു പെട്രി ഡിഷിനകത്ത് വളർത്തിയാൽ പോരാ, പിന്നെയോ വി ഹാവ് ടു മേക്ക് ലാർജ് ടാങ്ക്. വലിയ ടാങ്കുകൾ ഉണ്ടാക്കണം. എന്താണ്? 1000കണക്കിന് ലിറ്റർ കൊള്ളുന്ന വലിയ ടാങ്കിനകത്ത് വളർത്തുന്നു. 1000 ലിറ്റർ ഇങ്ങനെയുള്ള 500 ടാങ്കുകളിനകത്താണ് ഈ ബാക്ടീരിയ കൾച്ചർ ചെയ്താണ് പ്രോഡക്റ്റ് വലിയ എടുക്കുക ഒരേ സമയം. മനസ്സിലായില്ല? അങ്ങനെയുള്ള വലിയ വലിയ ടാങ്കുകൾ ഉണ്ടാക്കണം. അതാണ് നോക്കൂ. ഈ ടാങ്കിന് ഇറ്റ് മേ കണ്ടെയ്ൻ 100 to 1000 ലിറ്റേഴ്സ്
ഓഫ് കൾച്ചർ മീഡിയം. കൾച്ചർ മീഡിയം എന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ, ബാക്ടീരിയ മറ്റും വളരാൻ അനുവദിക്കുന്ന എല്ലാ പോഷകഘടകങ്ങളും അടങ്ങിയ മാധ്യമത്തെയാണ് കൾച്ചർ മീഡിയം എന്ന് വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾ പാൽ ചായ കുടിച്ചതിന്റെ ബാക്കി അവിടെ വെച്ചേക്കും, അതിനകത്ത് ബാക്ടീരിയ വീണാൽ മൾട്ടിപ്ലൈ ചെയ്യും. അത് ഏകദേശം കൾച്ചർ മീഡിയം പോലെയാണ്. പക്ഷെ കുറെ കമ്പനി ഗ്രോത്ത് ഒന്നും കാണാം, അതിനകത്ത് ബാക്ടീരിയക്ക് ആവശ്യമുള്ള എല്ലാ ഘടകങ്ങളും കാണുന്നത്. നമുക്ക് എന്തൊക്കെ വേണം അതെല്ലാം ബാക്ടീരിയക്ക് വേണം. നമുക്ക് ജീവിക്കാൻ 5 ഘടകങ്ങളാണ്. അതൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്. ഇത് 5 ആർക്കും വേണം, ഈ സൂക്ഷ്മ ജന്തുവിനും വേണം. കൂടാതെ എന്നിട്ട് കണ്ടീഷൻ കൂടെ വേണം. നമുക്ക് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം, pH മെയിൻറ്റെയിൻ ചെയ്യണം, നല്ല ഓക്സിജൻ കിട്ടിക്കൊണ്ടിരിക്കണം അല്ലെ. ഇതൊക്കെ ബാക്ടീരിയക്ക് വേണം. സോ ഇറ്റ് മസ്റ്റ് ബി പ്രൊവൈഡഡ് വിത്ത് ഓൾ ദീസ് കണ്ടീഷൻ. ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു മാധ്യമത്തെ വിളിക്കുന്നതാണ് കൾച്ചർ മീഡിയം. അങ്ങനെയാണെങ്കിൽ ഈ പെട്രീഷനകത്ത് അടങ്ങിയിരിക്കുന്ന കൾച്ചർ മീഡിയത്തിനകത്ത് ബാക്ടീരിയ മാക്സിമം മൾട്ടിപ്ലൈ ചെയ്യുന്നതിനാണോ ലിമിറ്റിലായിരിക്കും. പക്ഷെ ഇവിടെ ആകുമ്പോഴോ 100 മുതൽ 1000 ലിറ്റർ വരെയുള്ള കൾച്ചർ മീഡിയം അടങ്ങിയ വലിയ ടാങ്കാണ്. ഇതിനെ വിളിക്കുകയാണ് ബയോ റിയാക്ടർ. It's a large tank containing 100 to 1000 liters of culture medium. ഒന്ന് പഠിച്ച ബയോറിയാക്ടർ ഇറ്റ്സ് എ ലാർജ് ടാങ്ക് കണ്ടെയ്നിങ് 100 to 1000 liters of culture medium, enabling the growth of recombinant organism to produce recombinant protein. റീകോമിനന്റ് ജീവജാലത്തെ വളരാൻ അനുവദിക്കുകയും റീകോമിനന്റ് പ്രോട്ടീൻ ലഭിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള 1000കണക്കിന് ലിറ്റർ കൊള്ളുന്ന വലിയ ടാങ്കുകൾ ലഭിക്കുന്നവരാണ് ബയോ റിയാക്ടർ. പക്ഷെ അതിന് ബയോ റിയാക്ടർ എന്ന് വെച്ചാൽ ജീവജാലത്തിനെ വളർത്തി റിയാക്ടറായിട്ട് പ്രവർത്തിക്കുക. നിങ്ങളിപ്പോ ന്യൂക്ലിക് റിയാക്ടർ എന്ന് കണ്ട ന്യൂക്ലിക് റിയാക്ടർ എന്ന് കേട്ടിട്ടുണ്ടല്ലേ. അതുപോലെ റേഡിയേഷൻ എനർജി എടുക്കുന്ന ന്യൂക്ലിയർ റിയാക്ടറുകൾ. അവിടെ റിയാക്ഷൻ നടക്കുന്നത്, ഇവിടെ റിയാക്ഷൻ. പക്ഷെ ആരാ റിയാക്ഷൻ നടന്നത്? ജീവജാലമാണ്. സോ ഇറ്റ്സ് കാൾഡ് ബയോ റിയാക്ടർ. മറ്റിടത്തര അവിടെ റേഡിയോ ആക്റ്റീവ് എലമെന്റ് ആണ് അല്ലെ, അത് ന്യൂക്ലിയർ റിയാക്ടറാണ്. ഇത് ജീവജാലമാണ് ഇവിടുത്തെ റിയാക്ടർ. അതുകൊണ്ടാണ് ബയോ റിയാക്ടർ എന്ന് വിളിക്കുന്നത് അല്ലെ. ഇതിനകത്ത് കൾച്ചർ മീഡിയം ഉണ്ടെന്ന് ചോദിക്കും. അപ്പൊ കൾച്ചർ മീഡിയം എന്തൊക്കെ ഉണ്ടായിരിക്കണം? ഈ സാധനങ്ങൾ ഉണ്ടായിരിക്കണം. മറ്റേ ഇതൊക്കെയാണ് ഗ്ലൂക്കോസ് ഉണ്ടായിരിക്കണം, ഫാറ്റ് ഉണ്ടായിരിക്കണം, പ്രോട്ടീൻ ഉണ്ടായിരിക്കണം, വൈറ്റമിൻസ് ഉണ്ടായിരിക്കണം, മിനറൽസ് ഉണ്ടായിരിക്കണം, ഓക്സിജൻ സപ്ലൈ ഉണ്ടായിരിക്കണം. അതുപോലെ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കണം, pH നോക്കണം, അസിഡിറ്റി ആൽക്കലൈൻ എല്ലാം ന്യൂട്രലൈസ് കൊടുക്കണം അല്ലെ. ഇതൊക്കെ ഉണ്ടെങ്കിൽ ബാക്ടീരിയ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. മനസ്സിലായി? അപ്പൊ ഒരു പ്രോബ്ലം എന്താ കഴിഞ്ഞാൽ ഇപ്പൊ ഇത്രയും ലാർജ് ടാങ്കിനകത്ത് ഇവിടെ ഒരു ബാക്ടീരിയ ഉണ്ട്, ഇവിടെ ഒരു ബാക്ടീരിയ ഉണ്ട്. എന്താ വ്യത്യാസം? എ ബി ഒരു ബാക്ടീരിയ ആണെങ്കിൽ എക്ക് എന്ത് കിട്ടും, ബിക്ക് എന്ത് കിട്ടത്തില്ല. എക്ക് ഓക്സിജൻ കിട്ടും, ബിക്ക് ഓക്സിജൻ കിട്ടത്തില്ല അല്ലേ. അങ്ങനെ ഒരു ഉപയോഗം ഉണ്ട്. അപ്പൊ ഈ ബി എന്ന ബാക്ടീരിയക്കും എ എന്ന ബാക്ടീരിയക്കും ഒരേ സമയം ഓക്സിജൻ കിട്ടണമെങ്കിൽ ഇതെന്ത് ചെയ്യണം? ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലേ. 1000 ലിറ്റർ ടാങ്കിനകത്ത് നമ്മൾ ഒരു കമ്പിട്ട് ഇളക്കാൻ പോകും, കമ്പൊന്നും ഇടാക്കത്തില്ല അല്ലേ. അപ്പൊ അതിന് വേണ്ടി ഇതിനകത്ത് ഇളക്കുന്നതിനുള്ള പ്രത്യേക മെഷീൻസ്, മോട്ടറൊക്കെ വെച്ചിരിക്കും. അജിറ്റേറ്റർ ഒന്നും അത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കും. ഞാൻ പടം ഇടാം, ഇത് വരയ്ക്കണ പടം ഇട്ട് തരാം. നിങ്ങളപ്പോൾ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അത് ഇളക്കിക്കൊണ്ടിരിക്കുന്നു, ഓക്സിജൻ സപ്ലൈ കിട്ടുന്നു, ഇതെല്ലാം ശരിക്കും. നീ ബാക്കിയുള്ള പറയാം, നിങ്ങൾ കേട്ടോളൂ. കൾച്ചർ മീഡിയം മസ്റ്റ് ഹാവ് വെൽ മെയിൻറ്റെയിൻഡ് ടു കീപ് ഗ്രോത്ത് ഓഫ് ദ ഹോസ്റ്റ് ഇൻ എക്സ്പോണൻഷ്യൽ ഫേസ് ടു ഗെറ്റ് മാക്സിമം ഈൽഡ്. എന്താണ് ഈ കൾച്ചർ മീഡിയത്തിൽ നമ്മൾ കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഏത് ഫേസ് മെയിൻറ്റെയിൻ ചെയ്യണം? ലാഗ് ഫേസ് ആണോ, സ്റ്റേഷനറി ഫേസ് ആണോ, എക്സ്പോണൻഷ്യൽ ഫേസ് ആണോ? പഠിച്ചിട്ട് ഫസ്റ്റ് ഇയറിൽ ഒരു ചെടി നോക്കുകയാണെങ്കിൽ 3 ഫേസ് ഉണ്ടെങ്കിൽ ലാഗ്, എക്സ്പോണൻഷ്യൽ, സ്റ്റേഷനറി. ഇത് വളരെ പതുക്കെ വളരുന്നു, ഇത് ഭയങ്കര വേഗത്തിൽ വളരുന്നു, പിന്നെ വളർച്ച അവസാനിക്കുന്നു അല്ലെ. ഒരു വാഴയുടെ കന്ന് കെട്ടാൽ ആദ്യം പതുക്കെ വളരും, പിന്നെ പെട്ടെന്ന് വലുതാവും, പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഗ്രോത്ത് നിന്നല്ലോ. അതാണ് ഇത് പെട്ടെന്ന് വളർന്ന ഫേസ്, അതാണ് എക്സ്പോണൻഷ്യൽ. നമ്മൾ ഇതിനകത്ത് മെയിൻറ്റെയിൻ ചെയ്തത് ഏത് ഘട്ടമാണ്? പതുക്കെ വളരുകയാണോ അതോ ഗ്രോത്ത് നിൽക്കുന്നതാണോ? അല്ല, പെട്ടെന്ന് വളരാൻ വേണ്ടി കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അത് ചോദിക്കുന്നത്. വിച്ച് കണ്ടീഷൻ മസ്റ്റ് ബി മെയിൻറ്റെയിൻ ഇൻ ദ കൾച്ചർ മീഡിയം ഡ്യൂറിംഗ് ദ ബയോ റിയാക്ഷൻ. ബയോ റിയാക്ഷൻ നടക്കുമ്പോൾ ഏത് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യണം? ഏതാണ്? എക്സ്പോണൻഷ്യൽ ഫേസ് ആണ് അല്ലെ. To get to max എങ്കിൽ maximum കിട്ടത്തുള്ളൂ. ബയോറിയാക്ടർ ഹാവ് 100 to 1000 liters of culture medium to produce a specific protein from the raw material. കണ്ടോ, നമ്മുടെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് റീകോം ബാക്ടീരിയ. അതൊന്നും പ്രത്യേക പ്രോട്ടീൻ കിട്ടണമെങ്കിൽ മാക്സിമം ഗ്രോത്തിനുള്ള കണ്ടീഷൻ ഉണ്ടായിരിക്കണം. മാത്രമല്ല ബയോ റിയാക്ടർ മസ്റ്റ് പ്രൊവൈഡ് ഒപ്റ്റിമൽ ഗ്രോത്ത് കണ്ടീഷൻ. ഒപ്റ്റിമൽ ഗ്രോത്ത് കണ്ടീഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്ന ഒപ്റ്റിമൽ. ഇങ്ങനെ ഗ്രാഫ് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോകുന്നതാണ് ഗ്രോത്ത്. ഇത് ഗ്രോത്ത് കൂടി, ഇത് മാക്സിമം ഗ്രോത്ത്, പിന്നെ ഗ്രോത്ത് കുറഞ്ഞു. ഇതാണ് ഒപ്റ്റിമൽ ഗ്രോത്ത് കണ്ടീഷൻ. നിങ്ങൾ കഴിഞ്ഞ വർഷം പിന്നെ ബയോമോളിക്യൂൾസ് പഠിച്ചിട്ടുണ്ടല്ലോ, അതാണ് ഒപ്റ്റിമൽ ഗ്രോത്ത് കണ്ടീഷൻ. അപ്പോൾ ഒപ്റ്റിമൽ ഗ്രോത്ത് കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. അവിടെ ജീവജാലത്തിന്റെ ഗ്രോത്ത് എക്സ്പോണൻഷ്യൽ ആയിരിക്കണം അല്ലേ.
അപ്പൊ ഈ അതിന് കണ്ടീഷൻ എന്തെല്ലാം കൊടുക്കണം പുസ്തകത്തിൽ പറയുന്നുണ്ട്. ഇറ്റ് മസ്റ്റ് ഹാവ് ടെമ്പറേച്ചർ, കൺട്രോൾഡ് ടെമ്പറേച്ചർ, ദെൻ pH, ദെൻ സബ്സ്ട്രേറ്റ് ഉണ്ടാകും. എന്തൊക്കെയാണ് വളർച്ച ആവശ്യ സബ്സ്ട്രേറ്റ്? സാൾട്ട്, വൈറ്റമിൻ, ദെൻ ലോ ഓക്സിജൻ സപ്ലൈ, ഗ്ലൂക്കോസ്, പ്രോട്ടീൻ, ഫാറ്റ് ഒക്കെയാണ് സബ്സ്ട്രേറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ വൈറ്റമിൻസ് ഉണ്ടായിരിക്കണം, പിന്നെ ഓക്സിജൻ സപ്ലൈ എല്ലാം ഉണ്ടായിരിക്കും. ഇതെല്ലാം കൊടുത്തുകൊണ്ട് നമ്മൾ ഈ ടാങ്ക് മെയിൻറ്റെയിൻ ചെയ്താൽ അതിൽ ഒരു ബാക്ടീരിയ ഇട്ടാലും മതി. അടുത്ത ദിവസം 2ആയി, അല്ല അടുത്ത ഒരു 20 മിനിറ്റ് 2ആയി, അടുത്ത 24ആയി, ഇങ്ങനെ ഒരു ദിവസം 75 കോടിയാവും. ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്താ? ധാരാളം ഫുഡ്, നല്ല ടെമ്പറേച്ചർ, നല്ല pH മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നു, നല്ല ഓക്സിജൻ സപ്ലൈ ഉണ്ട്. സോ ഇറ്റ് വിൽ മൾട്ടിപ്ലൈ ആൻഡ് പ്രൊഡ്യൂസ് ഇറ്റ്സ് പ്രോഡക്റ്റ്. ഈ മൾട്ടിപ്ലൈ ചെയ്യുന്ന പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടാകുന്നത്? നിങ്ങൾ മനസ്സിലായിട്ടുള്ള ബാക്ടീരിയയുടെ തരത്തിലുള്ള ഡൈജഷൻ എന്ന് പറയുന്ന അബ്സോർപ്ഷൻ ആണ് അല്ലെ. ഒരു ബാക്ടീരിയ അത് വളരുന്ന മാധ്യമത്തിലേക്ക് അതിന്റെ എൻസൈമുകളെ പുറത്തേക്ക് ഇട്ടുകൊണ്ടേയിരിക്കും. അത് വിഘടിപ്പിച്ച് ആവശ്യമുള്ള വരച്ചെടുക്കുക ചെയ്യുന്നത്. നിങ്ങളുടെ വയറ്റിൽ നടക്കുന്ന ദഹനം പോലെ തന്നെയാണ് ബാക്ടീരിയ ദഹിപ്പിക്കുന്നത്. നിങ്ങളുടെ ദഹനം ശരീരത്തിൽ കുഴലിനുള്ളിലാണ്, ബാക്ടീരിയ അതിന്റെ പുറത്തേക്ക് വിടുന്നത് അർത്ഥം. അപ്പൊ ഇത് എങ്ങനെ പുറത്തേക്ക് വിടുന്ന എൻസൈം അല്ലേ? DNA എന്താകുന്ന പ്രോഡക്റ്റ് അല്ലേ? കൂട്ടത്തിൽ ആരും ഉണ്ടാവും? നമ്മൾ കടത്തിവിട്ട DNA പ്രോട്ടീൻ കൂടെ പുറത്തേക്ക് ഉണ്ടാവും. മനസ്സിലായില്ലേ? അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ ആദ്യം നമ്മൾ ബയോറിയാക്ടറെ കുറിച്ച് പറയാം. ഇപ്പോൾ ബയോറിയാക്ടർ എന്താണ്? ഇറ്റ്സ് എ ലാർജ് ടാങ്ക് കണ്ടെയ്നിങ് 100,000 liters of culture medium, and we have to keep exponential phase in the growth of the recombinant organism, and we must provide maximum growth point. It is called optimal growth condition in the growth of the organism, and the culture medium must have provided with adequate temperature, maintaining pH, having substrates like glucose, fatty protein, etc., salt, vitamins, minerals, also good supply of oxygen. ഇത്രയൊക്കെ ഉണ്ടായിരിക്കണം. പ്രോട്ടീൻ ഒപ്റ്റൈൻഡ് ഫ്രം എ റീകോംബിനന്റ് ഓർഗാനിസം കാൾഡ് റീകോംബിനന്റ് പ്രോട്ടീൻ. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ടാങ്കിനകത്ത് എന്തൊക്കെ ഉണ്ടാകുന്ന പറ്റുള്ളൂ? ഇറ്റ് മസ്റ്റ് ഹാവ് സിലിണ്ടർ ടൈപ്പ് ടാങ്ക്, മിക്സിംഗ് കണ്ടന്റ് ഓക്സിജൻ വിത്ത് സ്റ്റിറിംഗ് ഇൻ എയർ ക്യാൻ ബി ബബിൾഡ് ത്രൂ. ഒന്നുകിൽ നമുക്ക് ജസ്റ്റ് മാറ്റിയാണ്. ഒരു ടാങ്ക് ഇങ്ങനെയാണ്. വേറെ ടാങ്കുണ്ട്. ഇതിനകത്ത് നോക്കൂ, കൾച്ചർ മീഡിയമാണ്. വരയ്ക്കല്ലേ, ഞാൻ വരയ്ക്കാനുള്ള പിന്നെ വരയ്ക്കും. ഇത് കൾച്ചർ മീഡിയ. ഇതിനകത്ത് നോക്കൂ, ഇതിനകത്ത് എയർ കടത്തി വിട്ടുകൊണ്ടിരിക്കും. എയർ ഭാരത്തുണ്ട്, ഓക്സിജൻ സ്റ്റെറൈൽ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ടീരിയ ഒന്നും ഇല്ലാതെ എയർ കടത്തി വിട്ടുകൊണ്ടിരിക്കും. അതിങ്ങനെ മുകളോട്ട് വന്ന് അവിടെ അപ്പം എല്ലായിടത്തും എത്താൻ വേണ്ടിയിട്ട് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ട് ഇതിനെ അജിറ്റേറ്റർ എന്നാണ്. അജിറ്റേറ്റർ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇവിടെ ആണെങ്കിലും ഇതും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇത് ഭയങ്കര വേഗത്തിൽ കറങ്ങുന്നതുകൊണ്ട് ബബിൾസ് ഇങ്ങനെ അവിടെ ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ ബബിൾസ് ഇങ്ങനെ കടത്തി വിട്ടുകൊണ്ടിരിക്കും. ഞാൻ നന്നായിട്ട് വേറെ വരയ്ക്കാം. ഞാൻ കണ്ടീഷൻ പറയാൻ വേണ്ടി വരച്ചിരുന്നുള്ളൂ. അപ്പോൾ ഇത് വേറെ മാറ്റി വരയ്ക്കുന്നുണ്ട്, പിന്നെ വരച്ചാൽ മതി. അപ്പോൾ വേറെ സിലിണ്ടർ ടൈപ്പ് ടാങ്ക് ആണ്. സിലിണ്ടർ പോയിരിക്കും. ദെൻ മിക്സിംഗ് കണ്ടന്റ് ഓക്സിജൻ വിത്ത് ഈ ഓക്സിജൻ കൊണ്ട് മിക്സ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? സ്റ്റിറിംഗ് ഇളക്കിക്കൊണ്ടിരിക്കും എയർ. ആൻഡ് ഇറ്റ് ഹാസ് അജിറ്റേറ്റർ ഉണ്ട്. ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന അജിറ്റേറ്റർ എന്നാണ് വിളിക്കുന്നത്. ദെൻ സ്റ്റീം കൺട്രോൾ. ഇതിലെ കൂടെ സ്റ്റീം കടത്തിവിട്ട് ഇതിലെ കൂടെ തിരിച്ചു പോകും. സ്റ്റീം തിരിച്ചു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ എപ്പോഴും സ്റ്റെറൈൽ ആയിരിക്കും. പിന്നെ നമുക്ക് ഇതിനകത്ത് കൺട്രോൾ ചെയ്ത് എത്രത്തോളം ഇത് കറങ്ങണമെന്നെല്ലാം കൺട്രോൾ ചെയ്യാൻ കഴിയും. ഞാൻ മാറ്റി വരയ്ക്കാൻ മാത്രമല്ല ഇൻസൈറ്റ് ഇട്ട് തരുന്നുണ്ട്, ശ്രദ്ധിച്ചോളൂ. ഇത് pH മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും. പിന്നെ അതുപോലെ ഇതിനിടയ്ക്ക് സാമ്പിൾ പുറത്തേക്ക് എടുത്ത് നമുക്ക് പരിശോധിച്ച് നോക്കാൻ കഴിയും. ഇത് സാമ്പിളിംഗ് പോർട്ട് ഉണ്ട്. സാമ്പിളിംഗ് പോർട്ട് എടുത്ത് പരിശോധിക്കാം. അതായത് എത്ര ഓക്സിജൻ ഇപ്പോൾ വൈറ്റമിൻ കുറവുണ്ടോ ഇട്ട് കൊടുക്കാം. ഇനി കൂടുതലാണോ കുറയ്ക്കാം. പിന്നെ അസിഡിറ്റി കൂടിയ അല്പം ആൽക്കലിറ്റി കൊടുക്കാം. അല്ല ആൽക്കലിറ്റി കൂടിയ അല്പം ആസിഡ് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ സാമ്പിൾ എടുത്ത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സൗകര്യങ്ങളുള്ളതാണ് എന്ത് ഈ ബയോറിയാക്ടർ അല്ലെ പീരിയോഡിക്കായിട്ട് ചെയ്യാം. അപ്പൊ ഈ രണ്ട് ബയോറിയാക്ടർ പാഠം ഞാൻ ജസ്റ്റ് വരയ്ക്കാം. നിങ്ങളത് വരച്ചെടുക്കേണ്ടതാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ വരയ്ക്കുന്നേ ഉള്ളൂ. ലേബൽ ചെയ്യണം. ആ ലേബലിംഗ് ഒരിക്കൽ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു. സാധാരണ ഒരിക്കലും ചോദിക്കുന്നതല്ല, പക്ഷേ ഇത് വരച്ചെന്ന് പഠിച്ചിരിക്കണം. ഞാൻ പുസ്തകത്തിലുള്ളത് ഇൻസൈറ്റ് ഇടുന്നുണ്ട്, അതും വരയ്ക്കണം. അതാണ് വരയ്ക്കേണ്ടത്. ഞാൻ ജസ്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വരയ്ക്കുന്നത്.
രണ്ട് തരത്തിലുള്ള ബയോറിയാക്ടർ. ഒന്ന് സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ. സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ അതങ്ങനെ ആദ്യം വായിക്കുന്നത്. അടിയിൽ നിന്ന് എയർ കൊടുക്കുന്നു, സ്റ്റെറൈൽ എയർ ആയിരിക്കും. ഇതിനകത്ത് ഇങ്ങനെ ഒരു അജിറ്റേറ്റർ ഉണ്ടായിരിക്കും, ഇവിടെ മോട്ടർ വെച്ചിട്ടുണ്ടാവും, പിന്നെ ഇതിനെ കൺട്രോളർ കൊടുക്കാം. പിന്നെ ഇതിനകത്തോട്ട് ഉണ്ടാവും, ഇതിനകത്തോട് നമുക്ക് ആസിഡ് അല്ലെങ്കിൽ ബേസ് ഇട്ട് കൊടുക്കാം. കുറവാണെങ്കിൽ ഇത് സ്റ്റീം കൊടുക്കാം. സ്റ്റീം ഇങ്ങനെ പുറത്തോട്ട് കൊടുക്കും. ഇതിന്റെ സ്റ്റീം അവരെ രീതി കൊടുക്കണം പറയുമ്പോ ഇവിടെ ഏതെങ്കിലും വായുവിനകത്ത് എന്തെങ്കിലും ബാക്ടീരിയ ഉണ്ടെങ്കിൽ അതിനെ സ്റ്റെറിലൈസ് ചെയ്യാണ് സ്റ്റീം കൊടുക്കും. വായുവിലുള്ള ബാക്ടീരിയ നശിപ്പിക്കാനാണ്. ഇതിനകത്ത് ബാക്ടീരിയ ഉണ്ടായിരിക്കും, അതൊക്കെ കിടന്നുണ്ട്. വായുവിലുള്ള ബാക്ടീരിയ നശിപ്പിക്കാൻ കൊടുക്കും. ഇവിടെ ബ്ലേഡുകളുണ്ട്, ഇത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പൊ ഇവിടെ ഒരു ബാക്ടീരിയ കറങ്ങി താഴെ ചെല്ലും. അപ്പൊ താഴെ കിടക്കുന്ന ബാക്ടീരിയ ഇവിടെ വരും. ഇവിടെ വരുന്ന ബാക്ടീരിയ കിട്ടും, ഓക്സിജൻ കിട്ടും. ഇവിടെ എയർ ബബിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ മുകളിൽ തന്നെ മൊത്തത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എല്ലാ ബാക്ടീരിയക്കും മാറി മാറി ഓക്സിജൻ കിട്ടും, ഫുഡെല്ലാം കിട്ടിക്കൊണ്ടിരിക്കും. കറിക്കകത്ത് ഉപ്പിട്ടതിന് ശേഷം വെച്ചോണ്ടിരുന്ന എല്ലായിടത്തും ഉപ്പത്തും അപ്പൊ നിങ്ങൾ ഇളക്കി കൊടുക്കും. അതേപോലെ ഇവരെല്ലായിടത്തും കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ നിങ്ങൾ ഇളക്കി കൊടുക്കുന്ന പോലെ ഇളക്കിക്കൊണ്ടിരിക്കും. പിന്നെ ഇതിനെ പതയെ കൊണ്ടാകുമ്പോൾ അതിനെ പൊടിച്ചു കളയാൻ ഇത് വെച്ചാൽ അതിനെ ഫോം ബ്രേക്കർ. നിങ്ങൾ ആ പടം വേണം നോക്കി വരയ്ക്കാൻ. ഇതിനെ കൾച്ചർ ബ്രോത്ത് എന്ന് പറയുന്നത്. കൾച്ചർ ബ്രോത്ത് എന്ന് വെച്ചാല് കുറുകിയ ഫ്ലൂയിഡ് നിർത്തി നിങ്ങൾ ഈ ബ്രോത്ത്, ഞാൻ ഈ ബ്രോത്ത് നെരുവിയാറോ ചേച്ചി ബ്രാത്ത് എന്നാണ് നാട്ടുകാരൊക്കെ പറയുന്നത്. നിങ്ങൾ നാട്ടുപുറത്തൊക്കെ കേട്ടിട്ടുണ്ടായി പ്രസവം കഴിഞ്ഞുള്ള സ്ത്രീകൾക്ക് ആടിന്റെ ഇറച്ചിയെ കൊണ്ടുവന്ന് കുറുക്കി സൂപ്പ് പോലെ ഉണ്ടായിരുന്നു ബ്രാത്ത് കൊടുക്കുക എന്നാണ് പറയുന്നത്. അതിന് കൾച്ചർ ബ്രോത്ത് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, കാണാമല്ലോ. അതുപോലെ തന്നെ ഫ്ലാറ്റ് ബ്ലേഡ് ഇംപ്ലന്റർ. ഫ്ലാറ്റ് ബ്ലേഡ് ഇംപ്ലന്റർ എന്നൊക്കെ പറയുന്നതൊക്കെ ഒരു പരീക്ഷയ്ക്ക് ചുമ്മാ കൊടുത്ത് ചെയ്യാൻ പറഞ്ഞു. അത് ആരും വരയ്ക്കാതെ പോകുന്നതാണ്, പക്ഷെ വരച്ചു പഠിച്ചു. ഇതിൽ വരുന്നതാണ് സ്റ്റിർഡ് സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ. വേറൊന്നുണ്ട് സ്പാർഡ് സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ. സ്പാർഡ് സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ അത് ഇതുപോലൊക്കെ തന്നെയാണ് വേണ്ടത്. ഇവരുടെ ശക്തിയായിട്ട് കറക്കുന്നുണ്ട്, ഭയങ്കര ശക്തിയായിട്ട് കറക്കും. ഇതിന് മുകളിൽ ഇതുപോലൊക്കെ തന്നെയുണ്ട്, മോട്ടറൊക്കെ വെച്ചിട്ടുണ്ട്, ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. താഴെ ഇങ്ങനത്തെ ബ്ലേഡാണ്, ഇവിടുന്ന് എയർ കൊടുത്തോണ്ടിരിക്കും, ഇങ്ങനെ എയർ പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഗ്യാസ് ഇൻട്രൻചർ എന്നൊക്കെ വാക്കുകളുണ്ട്, ഗ്യാസ് എൻട്രെയിൻമെന്റ് അതൊക്കെ നിങ്ങൾ ലേബൽ ചെയ്തോണം. പിന്നെ ബബിൾസ് ഇങ്ങനെ പറയും. ഇതൊക്കെ രണ്ടും കണ്ടാൽ മനസ്സിലാക്കണം. ഇത് ലേബൽ ചെയ്താൽ പഠിച്ചോണം, പടം തരുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ബയോറിയാക്ടർ. രണ്ട് ബയോറിയാക്ടർ പേര് പഠിക്കണം. സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ, സ്പാർഡ് സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ. ഇത് എന്ത് ചെയ്യുന്നു? ഇതിനകത്തുള്ള ബാക്ടീരിയകൾ അടങ്ങിയ ഈ ബ്രോത്ത് അല്ലെങ്കിൽ ഈ പച്ചപ്പൊടി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വരുന്ന ബാക്ടീരിയ ഇവിടെ വരും, ആ ബാക്ടീരിയ വേറെ ബാക്ടീരിയ ഇവിടെ വരും. അപ്പൊ എല്ലായിടത്തും ഓക്സിജൻ കിട്ടിക്കൊണ്ടിരിക്കും. ഇവിടെ ബബിൾ വരുന്നുണ്ടല്ലേ, തരത്തിൽ കിട്ടിക്കൊണ്ടിരിക്കും. ഇത് സംബന്ധിച്ച് മനസ്സിലായല്ലോ. വീണ്ടും പറയുന്നില്ല, വീണ്ടും കണ്ടോളാം. ഈ പടങ്ങൾ രണ്ടും വരച്ചെടുത്തു, നിർബന്ധമായിട്ട് പടങ്ങൾ വരച്ചു. ഈ പടങ്ങൾ വരയ്ക്കേണ്ടത് ഇൻസൈറ്റിൽ കാണുന്ന പടം, ബോർഡിൽ കണ്ട പടങ്ങളല്ല നിങ്ങൾ വരയ്ക്കേണ്ടത്. നിങ്ങൾ ഈ പുസ്തകത്തിലുള്ള രണ്ട് പടം പോയിട്ട് തരികയാണ്. ഇത് ഇതുപോലെ തന്നെ നിങ്ങൾ നോട്ട് ബുക്കിൽ വരച്ചിട്ടുണ്ടായിരിക്കണം. ഇതാണ് പരീക്ഷയ്ക്ക് തരുന്നത്. ആദ്യത്തെ പേര് സിമ്പിൾ സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ, രണ്ടാമത്തത് സ്പാർഡ് സ്റ്റിർഡ് ടാങ്ക് ബയോറിയാക്ടർ. രണ്ട് പേരെഴുതി നന്നായിട്ട് ലേബൽ ചെയ്ത് വരച്ച് പഠിച്ചോണം. മുൻപെങ്ങും ഇല്ലാത്ത കണക്ക് ഒരു പരീക്ഷയ്ക്ക് ഇതിൻ്റെ പടം കൊടുത്തിട്ട് രണ്ടു ഭാഗം ലേബൽ ചെയ്യാൻ പറഞ്ഞു. ഫ്ലാറ്റ് ബ്ലേഡ് ഇമ്പല്ലറും കൾച്ചർ ബ്രോത്തും ഒക്കെയാണ് ലേബൽ ചെയ്യാൻ പറഞ്ഞത്. അതുകൊണ്ട് നിർബന്ധമായി നിങ്ങൾ പഠിച്ചോണം. ഇതിനകത്ത് യാതൊരു കുഴപ്പം വിചാരിക്കരുത്. സാറിന് ചോദിക്കുന്നതല്ല, എൻട്രൻസിന് നിത്യം ചോദിക്കുന്നതാണ്, ബോർഡ് എക്സാമിന് ചോദിച്ച് കാണുന്നത്, പക്ഷേ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചോണം. ഓക്കെ, പുസ്തകത്തിലുള്ള പടം ഞാൻ വീണ്ടും ഇട്ട് തരുന്നതെല്ലാം പഠിച്ചോണം. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഈ ടാങ്കിൽ വളരുന്ന ഈ ബാക്ടീരിയ ഭയങ്കര സന്തോഷവാനായിരിക്കും. കാരണം എന്താ? അതിന് തിന്നാനുള്ള ഫുഡ് ധാരാളം അല്ലെ, കൊറോണ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ചൂടും കറക്റ്റ്, ആസിഡും കറക്റ്റ്, ബേസ് കറക്റ്റ് ആണ്, വൈറ്റമിൻസ് ഉണ്ട്, ഓക്സിജൻ സപ്ലൈ ഉണ്ട്, കാലയ്ക്ക് പറിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു പ്രോബ്ലം അല്ലേ. അപ്പൊ സ്വാഭാവികമായിട്ട് അവരെന്ത് ചെയ്യും? നന്നായി മൾട്ടിപ്ലൈ അല്ലേ. അപ്പൊ നിങ്ങൾ ഓർക്കണം, ഇതിലേക്ക് ഓരോ ബാക്ടീരിയയും അതുണ്ടാകുന്ന പ്രൊഡക്റ്റ് പുറത്തേക്ക് കൊണ്ടേയിരിക്കും അല്ലേ. ബാക്ടീരിയ അതിന്റെ ഉള്ളിലുണ്ടാകുന്ന പ്രൊഡക്റ്റിന്റെ ഉള്ളിലുണ്ടാകുന്ന പ്രോട്ടീൻ എന്തിനാണ്? ഈ പുറത്ത് ഗ്ലൂക്കോസ് അല്ലേ കിടക്കുന്നത്,
അല്ലെങ്കിൽ ഫാറ്റ് അല്ലേ, വൈറ്റമിൻസ് അല്ലേ, മിനറൽസ് അല്ലേ, അതൊക്കെ ദഹിപ്പിച്ച് വേണം അകത്തോട്ട് എടുക്കാൻ. അപ്പൊ അത് ദഹിപ്പിച്ച് അകത്തോട്ട് എടുക്കാൻ വേണ്ടി എൻസൈമിനെ പുറത്തോട്ട് വിടുമ്പോൾ കൂട്ടത്തിൽ ആരും കൂടെ വരും, നമ്മൾ കൊടുത്ത DNA പ്രോട്ടീൻ കൂടെ പുറത്തേക്ക് വരും അല്ലേ. നമ്മൾ ഇൻസുലിന്റെ DNA കൊടുത്തു വെച്ചോളൂ, അപ്പൊ പുറത്തേക്ക് പുറത്തേക്ക് വിടുന്ന സെക്രേഷൻ അത് എന്ത് കാണും, നമ്മൾ കൊടുത്ത DNA പ്രോഡക്റ്റ് കൂടെ കാണും. ശരിയല്ലേ. നമുക്ക് എന്താ വേണ്ടത്, ബാക്ടീരിയ പുറത്തുവിട്ട ദഹനരസങ്ങളാണോ വേണ്ടത്? അല്ല, നമുക്ക് വേണ്ടത് നമുക്കുള്ള DNA നിന്നുണ്ടായ പ്രോഡക്റ്റേ വേണ്ടു അല്ലേ. അപ്പൊ അതാണ് അടുത്തത്. അതിനെ മാത്രം വേർതിരിച്ചെടുക്കുന്ന മെത്തേഡിന് പേരാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. ബാക്ടീരിയ പുറത്തേക്കുള്ള പ്രോഡക്റ്റിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് എടുത്ത് പ്യൂരിഫൈ ചെയ്ത് കുപ്പിയിലാക്കി വൃത്തിയാക്കി മാർക്കറ്റ് ചെയ്യുന്ന മെത്തേഡ്, മാർക്കറ്റിൽ കൊണ്ട് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി കൊടുക്കണം. അതിനെ നമ്മൾ വിളിക്കുന്നത് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. അല്ല ഇതിനകത്ത് ആ പ്രൊഡക്റ്റ് ഉണ്ടെന്ന് അതുപോലെ കുടിച്ചോ എന്നാണ് പറയുന്നത്. ഒരാൾ കഴിയുക ഇതിനകത്ത് ഇൻസുലിൻ അത് ഒരാൾ ഗ്ലാസ് കുടിച്ചു, അങ്ങനെ കൊടുക്കാൻ ആരും വാങ്ങില്ല, അങ്ങനെ കൊടുക്കാനും ഒരാൾ പുറത്തത് ചീഞ്ഞു. നമുക്ക് ഈ പ്രോസസ്സ് മാത്രം, നമുക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് എന്താണോ, നമ്മൾ കൊടുത്ത DNA ഉണ്ടാക്കിയ പ്രോട്ടീൻ എന്താണോ അത് മാത്രം പുറത്തെടുത്ത് പ്യൂരിഫൈ ചെയ്ത് നല്ലൊരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കി മാർക്കറ്റ് ചെയ്യാൻ തയ്യാറാക്കുന്ന മെത്തേഡിനാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. ഇപ്പൊ നിങ്ങളുടെ പറമ്പിൽ മരച്ചീനി നിങ്ങൾ നട്ടിട്ടുണ്ട്, അപ്പൊ നിങ്ങളൊരു ബോർഡ് വെക്കുകയാണ്, ഇവിടെ മരച്ചീനി വെച്ചിട്ടുണ്ട്, ആവശ്യക്കാരൊന്ന് പൊഴി എടുത്തുകൊണ്ട് പൈസ ആരും വരൂ, ആരും തരത്തില്ല. നിങ്ങളത് വിൽക്കാനാണെങ്കിൽ നിങ്ങൾ ആദ്യം മരച്ചീനി പിഴുതെടുക്കണം, അതിനകത്ത് ചെളിയൊക്കെ കാണും, അതൊക്കെ നിങ്ങൾ കുറച്ച് നീറ്റാക്കിയിട്ട്, ഒരുപാട് ചെളിയുണ്ട് വയലിലേക്കാണെങ്കിൽ വെള്ളത്തിൽ കഴുകി എടുത്തിട്ട് അതിന്റെ ചെവിടും തലപ്പെല്ലാം വെട്ടി അതിന്റെ പുറത്തും ചെറിയ രോമങ്ങളെല്ലാം വെട്ടിക്കളഞ്ഞ് വൃത്തിയാക്കി ഷേപ്പൊക്കെ വരുത്തി കൊടുന്ന് അടുക്കി വെച്ച് കഴിഞ്ഞാൽ ഒരാൾ അതിലേക്ക് എന്തായാലും ആ 2 കിലോ എന്ന് പറയും. അല്ലാതെ ഇവിടെ ചീനിയാട് ഇറങ്ങുന്നുണ്ട് മണ്ണും ചെളിയും എനിക്ക് വേണ്ട അങ്ങനെ പറയുന്നത്. അപ്പം ഇങ്ങനെ ചെയ്യുന്നതാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അതായത് ഈ ബാക്ടീരിയ ഉണ്ടാക്കിയ പ്രോഡക്റ്റിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളതിനെ വേർതിരിച്ചെടുത്ത് പ്യൂരിഫൈ ചെയ്ത് ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റണം. ആ മെത്തേഡിനാണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. ഞാനത് ഒന്ന് വായിക്കാം. Before marketing the product has to be purified to get a finished product. And the product RDNA ടെക്നോളജി വഴി ഉണ്ടാക്കിയ RDNA ബാക്ടീരിയ അല്ലെങ്കിൽ റീകോൺ ബാക്ടീരിയ ഉണ്ടായ പ്രോഡക്റ്റിനെ വിളിക്കുകയാണ് റീകോൺ പ്രോട്ടീൻ. അതാണ് നമ്മുടെ പ്രോഡക്റ്റ്. അതോടെ കിട്ടും, ബയോറിയാക്ടറിൽ കിട്ടും. അതിനൊരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആക്കി മാറ്റുന്ന അതിനെ വിളിക്കുകയാണ് ഡൗൺ സ്ട്രീം പ്രോസസ്. അതിന് പല സ്റ്റെപ്പുകളുണ്ട്. എന്താണ്, ആദ്യം ഇതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള മെത്തേഡിനെ ഈ ബാക്ടീരിയ പുറത്തു വിട്ട ഈ എൻസൈമിനെല്ലാം കൂടെ സെപ്പറേറ്റ് എടുക്കണം. എന്താണ് സെപ്പറേഷൻ? സെപ്പറേറ്റ് എടുക്കുക. ബാക്ടീരിയ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് എവിടെ കിടക്കുക? കൾച്ചർ മീഡിയത്തിലാണ് കിടക്കുന്നത് അല്ലേ. അതിൽ നിന്ന് അതിനെ മാത്രം വേർതിരിച്ചെടുക്കണം. ശരിയല്ലോ. കോഴി നിങ്ങൾ വളർത്തുകയാണ്, കോഴി ഉടനെ കൂട്ടിനകത്ത് തന്നെ കോഴി കാഷ്ടവും വേസ്റ്റും എല്ലാം കാണും. അതിനകത്തായാലും കോഴി മുട്ട കിടക്കും. നിങ്ങൾ അത് പോയി കോഴി മുട്ട എടുത്തുകൊണ്ട് വരണം, സെപ്പറേറ്റ് ചെയ്തിടണം. അതുപോലെയാണ് ഇതിനകത്ത് കിടക്കുകയാണ് ഇതിന്റെ പ്രോഡക്റ്റ്, അതിനാണ് സെപ്പറേറ്റ് ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരാനാണ് സെപ്പറേഷൻ. അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് എന്ത് കാണും? നമ്മുടെ പ്രോഡക്റ്റ്, നമ്മുടെ DNA കൊടുത്ത പ്രോഡക്റ്റ് അല്ലാതെ ബാക്ടീരിയ DNA ഉണ്ടാക്കിയ പ്രോഡക്റ്റുകളും കാണും അല്ലേ. അപ്പൊ അതിനെ നമ്മുടെ മാത്രം ബാക്കി എടുക്കണ്ടേ? പ്യൂരിഫിക്കേഷൻ. രണ്ടാമതാണ് പ്യൂരിഫിക്കേഷൻ. ആദ്യം സെപ്പറേറ്റ് ചെയ്യണം, പ്യൂരിഫൈ ചെയ്തെടുക്കണം അല്ലേ. അത് കഴിയുമ്പോഴത്തേക്കും ഇതിന്റെ ഓരോന്നിനും ഓരോ പ്രിസർവേഷൻ മെത്തേഡുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് ചെയ്യുന്ന കാര്യമില്ല. ഇന്ന് ഇങ്ങോട്ട് എടുത്ത് ഉടൻ തന്നെ ഇപ്പൊ തന്നെ കോഴിമുട്ട തന്നെ അല്ലെങ്കിൽ പാല് തന്നെ കറന്നെടുത്ത കൊണ്ടുവന്ന് 5 ദിവസം വെച്ചോണ്ടിരിക്കാനൊക്കെ ഒക്കത്തില്ല. അത് നിശ്ചിത സമയം ചീത്തയാക്കും. അപ്പൊ അത് സൂക്ഷിച്ചു വെക്കണം, അവിടെ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കണം. എന്നെങ്ങനെ മനസ്സിലായി? ഫ്രിഡ്ജ് ഇല്ലാത്തവർ എന്ത് ചെയ്യും? അത് തൈരാക്കി സൂക്ഷിക്കും അല്ലേ. അപ്പൊ പണ്ടൊക്കെ എങ്ങനെയായിരുന്നു? അപ്പൊ ഈ തൈരാക്കി ഇപ്പൊ പിന്നെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. അപ്പൊ അത് എങ്ങനെ സൂക്ഷിച്ചോ? ഈ ഉണ്ടാക്കിയ പ്രോഡക്റ്റ് എങ്ങനെ വെച്ചാൽ ഇത് സൂക്ഷിച്ചു വെക്കാം? പ്രിസർവേഷൻ. സോ ദിസ് ആർ ദ പ്രിസർവേഷൻ. അപ്പൊ നമ്മൾ ഈ പ്രോഡക്റ്റ് ആദ്യം സെപ്പറേറ്റ് എടുത്തു, അതിനെ പ്യൂരിഫൈ ചെയ്തെടുത്തു, എന്നിട്ട് അതിങ്ങനെ സൂക്ഷിച്ചു വെക്കാന്ന് പഠിച്ചു. ഇതാണ് പ്രിസർവേഷൻ. എന്നിട്ട് ഇത് മനുഷ്യർ കൊടുക്കാനാണല്ലോ, അല്ലാതെ കളയാനല്ലല്ലോ. അപ്പൊ മനുഷ്യർ കൊടുക്കാൻ അത് ഗുണപരമാണോ എന്ന് പരീക്ഷിക്കണം. അല്ല ചുമ്മാ കൊണ്ടൊന്ന് അത് എടുത്തോ, കൊള്ളാം അല്ലേ കൊള്ളത്തില്ല, അത് പറയാൻ ഒക്കത്തില്ല. സോ ദാറ്റ് ഫോർത്ത് സ്റ്റെപ്പ് എന്താണ്? വി ഹാവ് ടു ടെസ്റ്റ് ക്ലിനിക്കലി ഈസ് ഇറ്റ് ഈസ് ഗുഡ് ഓർ ബാഡ്. അപ്പൊ എന്താണ് ക്ലിനിക്കൽ ടെസ്റ്റ്? ക്ലിനിക്കൽ ടെസ്റ്റ് ആണ്. ഇവർക്ക് കുത്തിവെച്ചു, അസുഖം മാറുന്നു, പക്ഷെ 2 ആഴ്ച ചത്തു. അങ്ങനെ വരാൻ പാടില്ല. ഇത് കൊടുത്താൽ ഒരു കുഴപ്പവും ഇല്ല എന്ന് ശരിക്കും ആദ്യം പഠിക്കും അല്ലെ. ബാക്ടീരിയ ഉണ്ടാക്കിയ സാധനങ്ങൾ എടുത്ത് മനുഷ്യൻ കുത്തിവെച്ചതിനേക്കാൾ മനുഷ്യൻ ചത്തു പോകുന്നുണ്ടെങ്കിൽ കൊടുക്കാൻ പാടുണ്ടില്ല. അതാണ് ക്ലിനിക്കൽ ടെസ്റ്റ്. എന്താണ്?
കൊടുത്താൽ ഗുണമുണ്ടോ അത് നോക്കണ്ടേ. ചത്തൊന്നും പോകുന്നില്ല, പക്ഷെ കൊടുത്തിട്ട് ഗുണമില്ല, അസുഖം മാറുന്നില്ല, അങ്ങനെ നോക്കും, ഒക്കത്തില്ല. ക്വാളിറ്റി കൺട്രോൾ. സോ എന്തൊക്കെയാണ് ഇതിന്റെ 5 സ്റ്റെപ്പ്? ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗിന് 5 സ്റ്റെപ്പുകൾ ഏതൊക്കെയാണെന്ന് പറയും. 1 സെപ്പറേഷൻ, 2 പ്യൂരിഫിക്കേഷൻ, 3 പ്രിസർവേഷൻ, 4 ക്ലിനിക്കൽ ടെസ്റ്റ്, 5 ക്വാളിറ്റി കൺട്രോൾ. ദീസ് ആർ ദ 5 സ്റ്റെപ്സ് ഓഫ് ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ്. മനസ്സിലായോ? സിമ്പിൾ അല്ലേ? ഇതാണ് എന്റെ വിഷയം. മനസ്സിലായോ? ഒരു ദിവസം വിഷയം വല്ല മാറ്റണമെന്ന് അറിയില്ല, നോക്കാം. ഇതിലുണ്ടെങ്കിൽ പറയാം. തൽക്കാലം ഇതാണ് മനസ്സിലാക്കുക. ദ പ്രോഡക്റ്റ് മസ്റ്റ് ബി പ്യൂരിഫൈഡ്, സെപ്പറേറ്റഡ്, purified, then preserved, quality controlled, and clinically tested to produce the finished product for marketing. That's called the downstream processing. Downstream processing 5 step എന്താണ്? Separation, purification, clinical preservation, clinical test, and quality control. മനസ്സിലായോ? So these are the topics we have studied in this chapter. മനസ്സിലായോ? അപ്പോൾ നമ്മൾ മോഡേൺ ബയോടെക്നോളജിയുടെ 2 സ്റ്റെപ്പായി ജനറ്റിക് എഞ്ചിനീയറിംഗ് പഠിച്ചു കഴിഞ്ഞു. അതുപോലെ പ്രോസസ്സിംഗ്, രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള മെയിൻ്റനൻസ് ഓഫ് ദ ബയോറിയാക്ടർ ബൈ സ്റ്റെറൈൽ മെയിൻ്റനൻസ് ആൻഡ് പ്രൊഡ്യൂസിംഗ് ദ പ്രോഡക്റ്റ് ഇൻ ലാർജ് സ്കെയിൽ. അതെല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇതെല്ലാം ഭംഗിയായിട്ട് പഠിക്കുക. നോട്ട് നിങ്ങൾ തയ്യാറാണ് ആസ് യൂഷ്വൽ. നോട്ട് അതിനുശേഷമേ ഏറ്റെടുക്കുള്ളൂ. മറ്റു നോട്ടെല്ലാം നിങ്ങൾ പ്രിന്റെടുത്ത് വെച്ചേക്കണം. പഠിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. പരീക്ഷയ്ക്ക് പഠിക്കാൻ ഒരു കാര്യം പറയാം, അതിനകത്തില്ലാത്ത ഒരു കാര്യം പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല, അത് ഉറപ്പാണ്. അതുകൊണ്ട് ഭംഗിയായിട്ട് പഠിക്കുക. ഇതിൽ നോട്ട് ഇത് കഴിഞ്ഞ ശേഷം തരാം. As usual, you have to prepare notes, etc. Okay.